ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ ലോക ചരിത്രം എന്നൊരു സെക്ഷൻ ഇവിടെ അവസാനിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വിപ്ലവത്തിന്റെ ബാക്കിയായിട്ടുള്ള റഷ്യൻ വിപ്ലവം, അതുപോലെ തന്നെ ചൈനീസ് വിപ്ലവം, പിന്നെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. അതുകൂടാതെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ഐക്യരാഷ്ട്ര സംഘടന, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ലോക ചരിത്രം എന്നൊരു ടോപ്പിക് ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് തീരുന്നതാണ്. അപ്പൊ കൃത്യമായി ക്ലാസ് കണ്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാതും പറയുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ക്ലാസ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ബ്രേക്ക് എടുത്തിട്ട് ക്ലാസ്സുകൾ കണ്ടു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് റഷ്യൻ വിപ്ലവത്തെ കുറിച്ചിട്ട് നോക്കാം. അപ്പൊ റഷ്യൻ വിപ്ലവം നടക്കുന്ന നൂറ്റാണ്ട് എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടാണ്. ഓക്കെ, അത് നോർത്ത് വെച്ചേക്ക. 20-ാം നൂറ്റാണ്ടിലാണ് റഷ്യൻ വിപ്ലവം നടക്കുന്നത്. ഈ സമയത്ത് റഷ്യ ഭരിച്ചിരുന്നത് ആരാണ്? സർ ചക്രവർത്തിമാരാണ്. ഓക്കെ, നമ്മൾ ഇംഗ്ലണ്ടിൽ സ്റ്റുവർട്ട് ആണെങ്കിൽ ഇവിടെ അല്ലേ ആരാണ്? സർ ചക്രവർത്തിമാരാണ് റഷ്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രാജവംശം എന്ന് പറയുന്നത് ഏതാണ്? സർ ചക്രവർത്തിമാരുടേതാണ്. ഓക്കെ, ഇവിടെ വിപ്ലവം നടക്കുമ്പോൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ ചക്രവർത്തി ആയിട്ടുള്ള നിക്കോളസ് രണ്ടാമനാണ്. ഇയാളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നിക്കോളസ് രണ്ടാമനാണ് ഈ റഷ്യൻ വിപ്ലവം നടക്കുമ്പോൾ റഷ്യ ഭരിച്ചിരുന്നത് എന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് റഷ്യൻ വിപ്ലവം പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പ് റഷ്യയിലെ ഒരു സ്ഥിതി അല്ലെങ്കിൽ ആ സമയത്ത് റഷ്യയിലെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രാൻസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും എന്താണ്? കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതുപോലെ തന്നെ ഭക്ഷ്യക്ഷാമം അല്ലെ, ആളുകൾക്ക് ഭക്ഷണം കിട്ടാൻ പോലും വളരെ ബുദ്ധിമുട്ടിരുന്ന ഒരു സമയമായിരുന്നു റഷ്യയിൽ ഈ ഒരു 20-ാം നൂറ്റാണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കർഷകരുടെ വളരെ ദുരിതപൂർണമായിട്ടുള്ള ജീവിതമായിരുന്നു. സാധാരണ ജനങ്ങളുടേതും അതുപോലെ തന്നെ ദുരിതപൂർണമായിട്ടുള്ള ജീവിതമായിരുന്നു. അങ്ങനെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് റഷ്യ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ ഈ ഒരു റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് കുറച്ച് സാഹിത്യകാരന്മാരുടെ അവരുടെ രചനകളുണ്ട്. അപ്പൊ അതൊന്ന് നോക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ വിപ്ലവം പഠിക്കുന്നതിന് മുമ്പ് അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഒന്നാമത്തേത് ലിയോ ടോൾസ്റ്റോയിയുടെ 2 കൃതികളാണ്. ഏതൊക്കെയാ? അന്ന കരീനീനയും യുദ്ധവും സമാധാനവും. രണ്ടും ഓർത്ത് വെച്ചേക്കണം. ആരുടേതാണ്? ലിയോ ടോൾസ്റ്റോയുടേതാണ്. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ലിയോ ടോൾസ്റ്റോയ് എഴുതിയിട്ടുള്ള രചനകളാണ് ഏതൊക്കെ? അന്ന കരീനീന, അതുപോലെ തന്നെ യുദ്ധവും സമാധാനവും. അതുപോലെ തന്നെ കാൾ മാക്സും ഫ്രെഡറിക് ഏംഗൽസും കൂടി തയ്യാറാക്കിയിട്ടുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഓർത്തു വെച്ചേക്കണം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആരുടേതാണ്? കാൾ മാക്സും അതുപോലെ തന്നെ ഫ്രെഡറിക് ഏംഗൽസും. ഇനി അമ്മ എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ മാക്സിം ഗോർക്കിയാണ്. ഓർത്തു വെച്ചേക്കണം, അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? മാക്സിം ഗോർക്കിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങള് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. ഒന്ന്, ലിയോ ടോൾസ്റ്റോയുടെ ബുക്കുകൾ ഏതൊക്കെയാണ്? അന്ന കരീനീന, അതുപോലെ തന്നെ യുദ്ധവും സമാധാനവും. പിന്നെ കാൾ മാക്സും ഫ്രെഡറിക് ഏംഗൽസും കൂടി തയ്യാറാക്കിയതാണ് ഏത്? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? മാക്സിം ഗോർക്കിയാണ്. ഇനി ഓർത്തിരിക്കേണ്ടത് ഒരു സിനിമയാണ്. ഏതാണ്? ബാറ്റിൽ ഷിപ്പ് പോട്ടേംകീൻ എന്ന് പറയുന്ന സിനിമ അല്ലെ. ആരാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്? റഷ്യൻ ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്തതാണ് ഏതാ? ബാറ്റിൽ ഷിപ്പ് പോട്ടേംകീൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് റഷ്യയിലുള്ള സർ ചക്രവർത്തിമാരുടെ ആ ഭരണത്തെ കുറിച്ചിട്ടൊക്കെ കാണിക്കുന്ന ഒരു ചിത്രമാണ് ഏത്? ബാറ്റിൽ ഷിപ്പ് പോട്ടേംകീൻ എന്ന് പറയുന്നത്. ആരാണ് സംവിധാനം? സെർഗി ഐസൻസ്റ്റീൻ ആണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത പടമാണ് ഏത്? ബാറ്റിൽ ഷിപ്പ് പോട്ടേംകീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പുസ്തകമുണ്ട്. അതേതാണ്? ജോൺ റീഡിന്റെ അല്ലെ, ജോൺ റീഡിന്റെ ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം. ആരുടെ പുസ്തകമാണ്? ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം ആരുടെ ബുക്കാണ്? ജോൺ റീഡ്. ഓർത്തു വെച്ചേക്കണം, ജോൺ റീഡിന്റെ പുസ്തകമാണ് ഏത്? ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹിത്യ രൂപമാണെങ്കിലും അല്ലെങ്കിൽ സിനിമയാണെങ്കിലും ഇതൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് യുദ്ധത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മൾ ഇവിടെ ഒരു പാർട്ടിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ഈ കാര്യം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് പിന്നീട് അങ്ങോട്ടേക്ക് യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ആ വിപ്ലവത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാവുക. അതായത് മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ടൊരു പാർട്ടി എവിടെ രൂപം കൊള്ളുന്നുണ്ട്? റഷ്യയിൽ രൂപം കൊള്ളുന്നുണ്ട്. ഏതാണ് ആ പാർട്ടി എന്ന് ചോദിച്ചാൽ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയാണ്. ഏതാണ്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഓർത്തു വെച്ചേക്കണം, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എവിടെയാണ് രൂപം കൊണ്ടിട്ടുള്ളത്? റഷ്യയിലാണ് അല്ലെ. റഷ്യയിലാണ് ഒരു മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പാർട്ടിയാണ് ഏത്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്നത്.
1903 അത് രൂപം കൊള്ളുന്നത്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 1903 സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊള്ളുന്നത്. അത് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് വേർപിരിയുന്നുണ്ട്. എന്തൊക്കെയായിട്ടാണ്? മെൻഷെവിക്കുകൾ എന്നും അതുപോലെ തന്നെ ബോൾഷെവിക്കുകൾ എന്നും രണ്ടായിട്ട് വേർപിരിയാണ്. ഓർത്ത് വെച്ചേക്കുക. ഏതൊക്കെയാണ്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് വിഭജിക്കുന്നു അല്ലെ. ഏത് പേരിലൊക്കെയാണ്? മെൻഷെവിക്കും അതുപോലെ തന്നെ ബോൾഷെവിക്കും. ഈ മെൻഷെവിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബോൾഷെവിക്കുകളുടെ മറ്റൊരു പേരാണ് എന്ത്? ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഭൂരിപക്ഷം ഏതാണ്? ബോൾഷെവിക് ആണ്. മെൻഷെവിക് എന്ന് പറഞ്ഞാല് ന്യൂനപക്ഷമാണ്. ഇനി ഇത് രണ്ടിന്റെയും നേതാക്കന്മാരെ കുറിച്ചിട്ട് പഠിച്ചു വെച്ചേക്കണം. മെൻഷെവിക് അഥവാ ന്യൂനപക്ഷത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് അലക്സാണ്ടർ കെരൻസ്കി ആണ്. ആരാണ്? മെൻഷെവിക്കിന്റെ നേതാവ് എന്ന് പറയുന്നത് ആരാണ്? അലക്സാണ്ടർ കെരൻസ്കി ആണ്. അതുപോലെ ബോൾഷെവിക്കിന്റെ നേതാവ് എന്ന് പറയുന്നത് ആരാണ്? ബോൾഷെവിക്കിന്റെ നേതാവ് എന്ന് പറയുന്നത് നമ്മുടെ ലെനിനും അതുപോലെ തന്നെ ട്രോട്സ്കിയാണ്. ഓർത്ത് വെച്ചേക്കുക. ബോൾഷെവിക് അല്ലെ, ബോൾഷെവിക്കിന്റെ നേതാവാണ് ആരൊക്കെ? ലെനിനും അതുപോലെ തന്നെ ട്രോട്സ്കിയും എന്ന് പറയുന്നത് അല്ലെ. ലെനിൻ നല്ല ബോൾഡ് ആയിട്ടുള്ള ആളാണെന്ന് ഓർത്ത് വെച്ചാൽ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. ഏതെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേത് ഏതാന്ന് നമുക്ക് ഓർത്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല അല്ലെ. അപ്പൊ ബോൾഷെവിക് ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നല്ല ലെനിൻ നല്ല ബോൾഡ് ആയിട്ടുള്ള ആളാണെന്ന് ഓർത്ത് വെച്ചാൽ മതി അല്ലെ. അപ്പൊ ബോൾഷെവിക് ആരാണ് അതിന്റെ നേതൃത്വം കൊടുത്തത്? ലെനിനും അതുപോലെ തന്നെ ട്രോട്സ്കിയും ആണ്. ഓക്കെ, അലക്സാണ്ടർ കെരൻസ്കി ഏതിന്റെ നേതാവാണ്? മെൻഷെവിക് അഥവാ ന്യൂനപക്ഷത്തിന്റെ നേതാവാണ്. ഇനി നമുക്ക് വിപ്ലവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കറിയാലേ, റഷ്യൻ വിപ്ലവം നടന്ന വർഷം എന്ന് പറയുന്നത് 1917 ഓക്കെ, 1917 എന്ത് നടക്കുന്നത്? റഷ്യൻ വിപ്ലവം നടക്കുന്നത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് 1905 ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ റഷ്യയിലെ സ്ഥിതി എന്താന്ന് നമ്മൾ പറഞ്ഞു. അതായത് വളരെ സാമ്പത്തികമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഭക്ഷ്യക്ഷാമം കൊണ്ടൊക്കെ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? റഷ്യ 1905 ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. ആരൊക്കെ തമ്മിലായിരുന്നു? റഷ്യയും ജപ്പാനും തമ്മിലായിരുന്നു. നമുക്കറിയാം ഓൾറെഡി ക്ഷീണിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു യുദ്ധം കൂടി ചെയ്തു കഴിഞ്ഞാൽ അവസ്ഥ വളരെ ഭീകരമായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചു. റഷ്യ എന്ത് ചെയ്തു? അതിൽ പരാജയപ്പെട്ടു അല്ലെ. ആരുടെ വാക്കുകളും വകവെക്കാതെ എന്ത് ചെയ്തു? റഷ്യയിൽ ആ സമയത്ത് ചക്രവർത്തി ആരാണ്? സർ ചക്രവർത്തി ആയിട്ടുള്ള നിക്കോളസ് രണ്ടാമനാണ്. അദ്ദേഹം ആരുടെ വാക്കുകളും വകവെക്കാതെ എന്ത് ചെയ്തു? യുദ്ധത്തിൽ ഏർപ്പെടുകയും അതിൽ എന്ത് ചെയ്തു? പരാജയപ്പെടുകയും ചെയ്തു അല്ലെ. ഏതാ വർഷം ആ യുദ്ധം നടക്കുന്നത്? 1905 അല്ലെ. 1905 അങ്ങനെ ആ യുദ്ധത്തിൽ ഒരുപാട് പട്ടാളക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? മരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വീണ്ടും എന്ത് ചെയ്തു? വളരെ പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷ്യ ദൗർലഭ്യം വളരെ രൂക്ഷമായിരിക്കുകയാണ്. അങ്ങനെ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് കരുതി അവിടെയുള്ള ജനങ്ങൾ കുറച്ച് ജനങ്ങൾ എന്ത് ചെയ്തു? ഒരു പുരോഹിതന്റെ നേതൃത്വത്തിൽ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ പ്രകടന പരിപാടി അല്ലെങ്കിൽ പ്രകടനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പെട്രോഗ്രാഡ് എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവര് വളരെ സമാധാനമായിട്ടായിരുന്നു ആ ഒരു പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നായിരുന്നു? അതൊരു ഞായറാഴ്ചയായിരുന്നു അല്ലെ. 1905 ആ വർഷം തന്നെ, ആ യുദ്ധം നടന്ന ആ വർഷം തന്നെ 1905 ജനുവരി 9 ആ ഒരു പ്രകടനം നടക്കുന്നത് അല്ലെ. ജനുവരി 9 എന്ന് പറയുമ്പോൾ അന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു. അപ്പൊ ഒരു ഞായറാഴ്ചയായിരുന്നു ഇവരെന്ത് ചെയ്തത്? കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഒരു പ്രകടനം വളരെ സമാധാനപരമായിട്ട് അല്ലെ, ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരണം അല്ലെ. കാരണം രാജ്യം എന്താണ്? കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും അതുപോലെ തന്നെ ഭക്ഷ്യക്ഷാമത്തിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് ഭക്ഷണം കിട്ടാൻ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെതിരായിട്ട് അതായത് സർ ചക്രവർത്തിയുടെ അല്ലെങ്കിൽ നിക്കോളസ് രണ്ടാമന്റെ ഭരണ പരിഷ്കാരം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണം? കുറച്ച് ആൾക്കാർ ഇതുമായി പെട്രോഗ്രാഡ് എന്ന സ്ഥലത്തേക്ക് പ്രകടനം നടത്തുകയാണ്. വളരെ സമാധാനപൂർണമായിട്ടുള്ള പ്രകടനത്തിന് നേരെ രാജാവ് എന്താ ചെയ്തത്? രാജാവ് വെടിയുതിർക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാടെന്ന് പറയുമ്പോൾ 100 കണക്കിന് തൊഴിലാളികൾ എന്ത് ചെയ്തു? ആ സമയത്ത് തന്നെ അവിടെ കൊല്ലപ്പെടുകയാണ് ചെയ്തത് അല്ലെ. വളരെ എന്താ പറയാ, മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. കാരണം വളരെ സമാധാനപരമായിട്ടുള്ള ഒരു പ്രകടനം നടത്തിയതിന് അവരിലെ ഒന്നും നോക്കാതെ വെടിവെക്കുകയായിരുന്നു. അങ്ങനെ 100 കണക്കിന് ആളുകൾ അവിടെ കൊല്ലപ്പെടുന്നുണ്ട്. അത് ആ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം പിന്നീട് അറിയപ്പെട്ടിരുന്നത് ബ്ലഡി സൺഡേ അഥവാ രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നായിരുന്നു. ഓക്കെ, എന്തായിരുന്നു? രക്തരൂക്ഷിതമായ ഞായറാഴ്ച അഥവാ ബ്ലഡി സൺഡേ ആയിരുന്നു ഈ ഒരു സംഭവം അറിയപ്പെട്ടിരുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, രക്തരൂക്ഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കും. ഏതാണ്? റഷ്യൻ വിപ്ലവമാണ്. ഓക്കെ, അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച നടന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്?
ഓർത്ത് വെച്ചേക്കണം, ആ ഒരു യുദ്ധം നടന്ന ആ വർഷം തന്നെയാണ് അല്ലെ, 1905 റഷ്യ ജപ്പാൻ യുദ്ധം നടക്കുന്ന ആ ഒരു വർഷം തന്നെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്. ജനുവരി 9 തീയതിയാണ്, അതും പ്രത്യേകം ഓർത്ത് വെച്ചേക്ക്. 1905 ജനുവരി 9 ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. അപ്പൊ ഇതോട് കൂടിയിട്ട് അല്ലെ, ഇതോട് കൂടിയിട്ട് റഷ്യയിലെ ഭൂരിഭാഗം ജനങ്ങൾ എന്ത് ചെയ്തു, സർ ചക്രവർത്തിക്കെതിരെ അല്ലെങ്കിൽ നിക്കോളാസ് രണ്ടാമനെതിരെ എന്ത് ചെയ്തു, എല്ലാവരും തിരിഞ്ഞു. അപ്പൊ ഗതികെട്ട് അവസാനം സർ ചക്രവർത്തി എന്ത് ചെയ്തു, ഇനി അല്ലെ എങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനങ്ങളൊന്നും എടുക്കുന്നില്ല, എല്ലാവർക്കും കൂടിയാലോചിച്ചിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം എന്ത് ചെയ്തു, ഒരു ദ്യൂമ എന്ന പേരിലൊരു പാർലമെന്റ് അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ആര് തയ്യാറാവുന്നുണ്ട്, നമ്മുടെ സർ ചക്രവർത്തിയായിട്ടുള്ള നിക്കോളാസ് രണ്ടാമൻ തയ്യാറാവുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമരത്തെയൊക്കെ തുടർന്ന് ദ്യൂമ എന്ന് പറയുന്ന അല്ലെ, ഓർത്ത് വെച്ചേക്കണം, ദ്യൂമ എവിടത്തേതാണെന്ന് ചോദിക്കും, ദ്യൂമ എവിടത്തെ പാർലമെന്റ് ആണെന്ന് ചോദിക്കും, എവിടത്തെയാണ്, റഷ്യയിലെ പാർലമെന്റ് ആണ്. അപ്പൊ ദ്യൂമ എന്ന പേരുള്ള അല്ലെങ്കിൽ ദ്യൂമ എന്ന് പറയുന്ന ഒരു നിയമനിർമ്മാണ സഭ എവിടെ രൂപീകരിക്കുന്നുണ്ട്, റഷ്യയിൽ രൂപീകരിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് അങ്ങോട്ടേക്കും വലിയ മാറ്റമൊന്നും ഇതിൽ വരുന്നില്ല അല്ലെ. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് 1914 ആയപ്പോഴേക്കും മറ്റൊരു യുദ്ധം അവിടെ ആരംഭിക്കുകയാണ്. ഏത് യുദ്ധമാണ് 1914 നടക്കുന്നത് അല്ലെ, വളരെ പ്രധാനപ്പെട്ട 1-ാം ലോക മഹായുദ്ധം. അപ്പൊ 1-ാം ലോക മഹായുദ്ധം എന്നാണ് ആരംഭിക്കുന്നത്, 1914 അപ്പൊ യുദ്ധത്തിൽ ആര് പങ്കെടുക്കുകയാണ്, വീണ്ടും നമ്മുടെ നിക്കോളാസ് രണ്ടാമൻ അല്ലെങ്കിൽ സർ ചക്രവർത്തിയായിട്ടുള്ള നിക്കോളാസ് രണ്ടാമൻ പങ്കെടുക്കുകയാണ് അല്ലെ. ഇവിടെ ആരുടെ അഭിപ്രായത്തിനൊക്കെ അവഗണിച്ചുകൊണ്ടല്ലേ, എല്ലാവരുടെ എതിർപ്പ്, ദ്യൂമയ്ക്ക് പ്രത്യേക എതിർപ്പൊക്കെ കൊടുത്തില്ലേ, ഇതിങ്ങനെ ഈ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ നമുക്ക് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല, വലിയ നഷ്ടമായിരിക്കും നമുക്ക് സംഭവിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലെ. ആര്, ദ്യൂമ എന്ന് പറയുന്ന നമ്മുടെ ഈ പാർലമെന്റ് അല്ലെങ്കിൽ ജനങ്ങൾ ഒക്കെ പറഞ്ഞിട്ടും ആര് കേട്ടില്ല, നിക്കോളാസ് രണ്ടാമൻ കേട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്തു, യുദ്ധത്തിൽ പങ്കെടുക്കുകയും സ്വാഭാവികമായിട്ടും ആര് പരാജയപ്പെട്ടു അല്ലെ, നമ്മുടെ റഷ്യ പരാജയപ്പെടുകയും ഇതിൽ ഒരുപാട് സൈനികർ ഇതിൽ നഷ്ടപ്പെടുകയും ചെയ്തു അല്ലെ. ഒരുപാട് ആൾക്കാർ ഇവിടെ കൊല്ലപ്പെട്ടു. 1-ാം ലോക മഹായുദ്ധമാണ്, ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ 1917 ആയപ്പോഴേക്കും അല്ലെ, 1917 എന്ത് നടക്കുന്നുണ്ട്, നമ്മുടെ റഷ്യൻ വിപ്ലവം അവിടെ ആരംഭിക്കാൻ പോവാണ്. അപ്പൊ ഈ ഒരു സമയത്ത് അവിടെ ഭക്ഷ്യക്ഷാമം വളരെ രൂക്ഷമായി, ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്ത സ്ഥിതിയിലേക്ക് വന്നു അല്ലെ. അവർക്ക് റൊട്ടിയില്ല, കാരണം റൊട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ സാധാരണക്കാരുടെ എന്താണ്, ഭക്ഷണമാണ്. അപ്പൊ ആ സാധാരണക്കാരുടെ ആ ഭക്ഷണം പോലും അവർക്ക് കിട്ടുന്നില്ലാത്ത സ്ഥിതിയിലേക്ക് വന്നപ്പോ അവരെന്ത് ചെയ്തു, കുറച്ച് സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് സ്ത്രീകൾ എന്ത് ചെയ്തു, ഈ റൊട്ടി കിട്ടാൻ വേണ്ടിയിട്ട് തെരുവ് വീതികളിൽ പ്രകടനം നടത്തി. എന്നായിരുന്നു, ഒരു മാർച്ച് 8 1917 മാർച്ച് 8 ഈ ഒരു പ്രകടനം നടത്തുന്നത്. ഓക്കെ, ഓർത്ത് വെച്ചേക്കണം, എന്നാണ്, മാർച്ച് 8 അല്ലെ, ഒരു മാർച്ച് പോലെ അവിടെ പ്രകടനം നടത്തുകയാണ്. ആരാണ്, സ്ത്രീകളായിരുന്നു കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1917 ഇതാണ് ആ 1-ാം ഘട്ടം എന്ന് പറയുന്നത്, അതായത് റഷ്യൻ വിപ്ലവത്തിന് 1-ാം ഘട്ടം. എന്താണ് റഷ്യൻ വിപ്ലവം തന്നെ എന്താണ് വർഷം, 1917 അങ്ങനെ മാർച്ച് 8 ഈ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് സ്ത്രീകൾ എന്താണ്, റൊട്ടിക്ക് വേണ്ടിയിട്ട് തെരുവ് വീതികളിൽ പ്രകടനം നടത്തുകയാണ്. ഈ ഒരു പ്രകടനത്തിൽ ഒരുപാട് പേരെന്ത് ചെയ്തു, ഈ സ്ത്രീകളുടെ കൂടെ നിന്നു. അതിനേക്കാൾ ഉപരി രാജാവിന്റെ കുറച്ച് പട്ടാളക്കാരും എന്ത് ചെയ്തു, ഇവരുടെ കൂടെ കൂടി അല്ലെ. കാരണം ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1-ാം ലോക മഹായുദ്ധത്തിൽ ഒരുപാട് പട്ടാളക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട് അല്ലെ. എല്ലാവരും പറഞ്ഞിട്ടും കേൾക്കാതെയാണ് നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്തത്, യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രതിഷേധം കണക്കെയാണ് കുറച്ച് പട്ടാളക്കാർ ആരുടെ കൂടെ കൂടിയത്, ഈ സ്ത്രീകളുടെ കൂടെ കൂടിയത്. അങ്ങനെ അതൊരു വലിയൊരു പ്രതിഷേധമായിട്ട് മാറി. ഓക്കെ, അവസാനം ആർക്ക് ആ സ്ഥാനം ഒഴിയേണ്ടി വന്നു, നിക്കോളാസ് രണ്ടാമന്. കാരണം എന്താണ്, ഭൂരിഭാഗം ജനങ്ങളും അതിന്റെ കൂടെ തന്നെ ഈ പട്ടാളക്കാരൊക്കെ ആരുടെ കൂടെയായി, ജനങ്ങളുടെ കൂടെയായി. അപ്പൊ പിന്നെ ഇയാൾക്ക് വേറൊരു നിവൃത്തിയില്ല അല്ലെ. നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്തു, ആ സ്ഥാനം ഒഴിഞ്ഞു. അങ്ങനെ പിന്നീട് ആ ഒരു സ്ഥാനത്തേക്ക് ആര് വരികയാണ്, നമ്മൾ പറഞ്ഞില്ലേ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി രണ്ടായിട്ട് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു, മെൻഷെവിക്കും അതുപോലെ തന്നെ ബോൾഷെവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മെൻഷെവിക്, അതായത് ന്യൂനപക്ഷത്തിന്റെ അല്ലെങ്കിൽ മെൻഷെവിക്കിന്റെ നേതാവായിട്ടുള്ള അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം അവിടെ ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയാണ്. കാരണം നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്തു, സ്ഥാനം ഒഴിഞ്ഞു പോയി. അവസാനം ആര് വരികയാണ്, അലക്സാണ്ടർ കെരൻസ്കി അല്ലെങ്കിൽ മെൻഷെവിക്കിന്റെ നേതാവായിട്ടുള്ള അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് അവിടെ വരികയാണ്. ഓക്കെ, ഈ ഒരു സംഭവമാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്ത് വെച്ചേക്കണം. ഈ 1917 മാർച്ച് 8 ഇങ്ങനെ ഒരു പ്രകടനമാണ് ഇതിന് തുടക്കം കുറിച്ചത് അല്ലെ. കുറച്ച് സ്ത്രീകൾ ചേർന്നിട്ട് ഒരു റൊട്ടിക്ക് വേണ്ടിയിട്ട് നടത്തിയൊരു പ്രകടനമായിരുന്നു. പക്ഷെ അത് പിന്നീട് അത് വലിയൊരു പ്രകടനമായിട്ട് ആളുകളൊക്കെ, അത്രയും ഏറെ ആളുകൾ കൂടി ചേർന്നിട്ട് അത് നിക്കോളാസ് രണ്ടാമനെ വരെ ആ സ്ഥാനം ഒഴിയാൻ കാരണമായിട്ടുള്ള ഒരു പ്രകടനമായി മാറി അല്ലെ. അതുകൊണ്ട് തന്നെ ഇതൊരു നമ്മുടെ റഷ്യൻ വിപ്ലവത്തിന്റെ 1-ാം ഘട്ടം എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു സംഭവത്തെ എന്താണ് പറയുന്നത്, ഫെബ്രുവരി വിപ്ലവം എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ ഈ ഫെബ്രുവരി വിപ്ലവം എന്ന് പറയാൻ കാരണം എന്താണ്, നടന്നത് മാർച്ച് 8 അല്ലെ. മാർച്ച് 8 ഈ ഒരു സംഭവം നടക്കുന്നത്. പക്ഷെ ഫെബ്രുവരി വിപ്ലവം എന്നാണ് പറയാം. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ റഷ്യയിലെ കലണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു മാസം പിറകിലാണ്. അതുകൊണ്ടാണ് മാർച്ച് 8 നടക്കുകയാണെങ്കിലും ആ സംഭവം നടന്നത് ഫെബ്രുവരിയിലാണ്.
അപ്പൊ അതാണ് ഓർത്ത് വെച്ചേക്കുക. മാർച്ച് 8-നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. പക്ഷെ ഇതിനെ പറയുന്നത് ഫെബ്രുവരി വിപ്ലവം എന്നാണ്. ഓക്കെ, അപ്പൊ നിലവിൽ ഇപ്പൊ ആരാണുള്ളത്? മെൻഷെവിക്കിന്റെ നേതാവായിട്ടുള്ള അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഒരു താൽക്കാലിക ഗവൺമെന്റ് ആണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിലും വലിയ നല്ലൊരു ഭരണമൊന്നല്ലായിരുന്നു ആരുടേത്? അലക്സാണ്ടർ കെരൻസ്കിയുടെ ഭരണം എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് അതിലും എതിർപ്പുണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് ആൾക്കാർക്ക് ഈ അദ്ദേഹത്തിന്റെ ഭരണത്തോടും എന്തായിരുന്നു? എതിർപ്പായിരുന്നു. അങ്ങനെ നമ്മുടെ ലെനിൻ അല്ലെ, വ്ളാഡിമിർ ലെനിൻ എങ്ങോട്ടേക്ക് വരികയാണ്? ഇങ്ങോട്ടേക്ക് റഷ്യയിലേക്ക് വരികയാണ്. അദ്ദേഹത്തെ ആദ്യം നാട് കടത്തിയതായിരുന്നു സ്വിറ്റ്സർലാൻഡിലേക്ക്. ഇപ്പം ആരില്ലല്ലോ, നമ്മുടെ നിക്കോളസ് രണ്ടാമൻ ഇല്ലല്ലോ. അപ്പൊ അയാൾ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ലെനിൻ എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് വീണ്ടും വരികയാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായി ഇവിടുത്തെ ഭരണം ഇപ്പോഴും റെഡി ആയിട്ടില്ല, ഇതിലൊരു മാറ്റം വരണം. ആര്? ഈ കെരൻസ്കിയുടെ അല്ലെങ്കിൽ മെൻഷെവിക്കുകളുടെ ഭരണത്തെ ശക്തമായിട്ട് ആര് എതിർത്തു? ലെനിൻ എതിർത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? 1917 ബോൾഷെവിക്കുകൾ ഒരു താൽക്കാലിക ഗവൺമെന്റിനെതിരായിട്ടൊരു സായുധ കലാപം ആരംഭിച്ചു. ഓക്കെ, അപ്പം ബോൾഷെവിക് എന്ന് പറയുമ്പോൾ ആരാണ്? ലെനിൻ ആണ് അല്ലെ, ലെനിന്റെ പാർട്ടിയാണ്. അപ്പൊ ബോൾഷെവിക്കുകളുടെ നേതൃത്വത്തിൽ ഒരു സായുധ കലാപം ആരംഭിച്ചു. ആർക്കെതിരെ? മെൻഷെവിക്കുകളെതിരെ. അത് നടക്കുന്നത് എന്നാണ്? ഈ 1917 തന്നെയാണ് അല്ലെ, ഈ 17 തന്നെയാണ് നടക്കുന്നത്. ഒക്ടോബർ മാസത്തിലാണ്. ഓക്കെ, മറ്റേത് എന്നായിരുന്നു? മാർച്ചിലാണ് ആ ഒരു സംഭവം നടക്കുന്നത്. ഇത് ഒക്ടോബറിലാണ്. അങ്ങനെ ഒരു കലാപം ആരംഭിക്കുകയും അവസാനം അധികാരം ആരുടെ കയ്യിലേക്ക് വരികയാണ്? ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയാണ്. ഓക്കെ, അതായത് ലെനിന്റെ നേതൃത്വത്തിൽ ആ ഒരു ഭരണം വരികയാണ്. ലെനിൻ എന്ത് ചെയ്തു? ലെനിൻ അധ്യക്ഷനായിട്ടുള്ള ഒരു ക്യാബിനറ്റ് അവിടെ രൂപം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സംഭവമാണ് ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഓർത്ത് വെച്ചേക്കണം, ഇതേതാണ്? ഒക്ടോബർ വിപ്ലവം. മറ്റേതേതായിരുന്നു? ഫെബ്രുവരി വിപ്ലവം. ഇപ്പൊ പറഞ്ഞത് ഒക്ടോബർ വിപ്ലവമാണ്. അതായത് ലെനിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണം കൊണ്ടുവരുന്ന ആ ഒരു സംഭവമാണ് ഏത്? ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. അതും കൂടി ഓർത്ത് വെക്കുക. അങ്ങനെ 1924 USSR രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ 1924 USSR രൂപീകരിക്കുന്നത്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യാം? ഈ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ഇത്രയാണ് നമുക്ക് റഷ്യൻ വിപ്ലവത്തെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ട് ഈ റഷ്യൻ വിപ്ലവം 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഒന്ന് നമ്മൾ ഫെബ്രുവരി വിപ്ലവം എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ രണ്ടാമത് ഒക്ടോബർ വിപ്ലവം എന്ന് പറഞ്ഞു. ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുമ്പോൾ അവിടെ ആർക്കാണ് സ്ഥാനം കിട്ടുന്നത്? അലക്സാണ്ടർ കെരൻസ്കി അല്ലെങ്കിൽ മെൻഷെവിക് പാർട്ടിക്കാണ്. ഈ ഒക്ടോബർ വിപ്ലവത്തിലാണ് ആർക്ക് അധികാരം കിട്ടുന്നത്? ലെനിൻ അല്ലെങ്കിൽ ബോൾഷെവിക്കുകൾ അധികാരത്തിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് ചൈനീസ് വിപ്ലവത്തിലോട്ടാണ്. ഓക്കെ, ചൈനീസ് വിപ്ലവമാണ്. അപ്പൊ ചൈനീസ് വിപ്ലവം പഠിക്കുന്നതിന് മുമ്പ് 2 പ്രധാന കാര്യങ്ങളെ കുറിച്ചിട്ടൊന്ന് അറിയണം. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കറുപ്പ് വ്യാപാരവും അതുപോലെ തന്നെ തുറന്ന വാതിൽ നയം. ഈ 2 കാര്യങ്ങളെ കുറിച്ചിട്ടൊരു അറിവുണ്ടായിരിക്കണം, കാരണം പരീക്ഷയ്ക്ക് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ് കറുപ്പ് വ്യാപാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. അപ്പൊ നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? ചൈനയിലാണ്. റഷ്യയിൽ നിന്ന് മാറി ഇപ്പൊ ചൈനയിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആ ചൈനയെ കുറിച്ച് പറയുമ്പോൾ ചൈനയെ കുറിച്ച് പറയുന്ന സമയത്ത് അത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം. ചൈനയെ സംബന്ധിച്ചിട്ട് നമുക്കറിയാലേ, ഒരുപാട് സാധനങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ? നമുക്കറിയാം, ഒരുപാട് പ്രൊഡക്റ്റ് നമുക്ക് മെയ്ഡ് ഇൻ ചൈന എന്ന് കാണാം. അതുപോലെ തന്നെയാണ് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഒരുപാട് സാധനങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു പട്ട്, തേയില, അതുപോലെ തന്നെ മൺപാത്രങ്ങൾ. ഏതൊക്കെയാണ്? പട്ട്, തേയില, മൺപാത്രങ്ങൾ. അത് ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളം, അത് മറ്റുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർക്ക് വളരെ ആവശ്യമുള്ള ഒരു സാധനമായിരുന്നു ഇത് പട്ടും തേയില മൺപാത്രം. അതൊക്കെ ഇവിടെ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കാറുണ്ട് ചൈന. അങ്ങനെ ഇവര് പ്രധാനമായിട്ടും ഈ പട്ടും തേയില മൺപാത്രമൊക്കെ എന്താ ചെയ്യാറ് അല്ലെ? യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാറാണ് പതിവ് അല്ലെ? അതിലൂടെ ഭയങ്കരമായിട്ടുള്ള ലാഭമാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വരുമാനമാണ് ആർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്? ചൈനയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ചൈനയിലേക്ക് ഒരുവിധം സാധനങ്ങളൊന്നും ഇറക്കുമതി ചെയ്യാറില്ലായിരുന്നു അല്ലെ? അവർക്ക് വേണ്ട സാധനങ്ങൾക്ക് ഒരു പരിധി വരെ അവർ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി എന്താണ്? പൊതുവെ കുറവായിരിക്കും. ഈ ഇറക്കുമതി പൊതുവെ ഇല്ല. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ വ്യാപാരികൾക്കൊക്കെ ഭയങ്കര നഷ്ടമാണ് അല്ലെ? ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ കച്ചവടം നടത്താൻ പറ്റുന്നില്ല, ഇവിടുന്ന് സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത് അല്ലെ? അതോടെ ചൈനയ്ക്ക് എന്താണ്? വൻ ലാഭം ഉണ്ടാവുന്നത്. അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ വ്യാപാരികൾക്ക് വളരെ നഷ്ടമാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇവരുടെ ഈ സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകുന്നത് ആർക്ക് പറ്റുന്നില്ല? യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ വ്യാപാരികൾക്ക് പറ്റുന്നില്ല. അപ്പൊ ഇതിലൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു വ്യാപാരമൊക്കെ ഒന്ന് തകർക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുപ്പ് എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് ചൈനയിലേക്ക് ഇറക്കാനായിട്ട് തുടങ്ങി അല്ലെ? കറുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ? നമ്മളിപ്പോ കഞ്ചാവൊക്കെ പറയുന്ന പോലെ ഒരു തരം ലഹരി പദാർത്ഥമാണ് കറുപ്പ് എന്ന് പറയുന്നത്. ഒപ്പിയം എന്ന് പറയും അല്ലെ? ഇംഗ്ലീഷിൽ ഒപ്പിയം എന്ന് പറയും. അപ്പൊ കറുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തരം ലഹരിയാണ്.
ഈ കഞ്ചാവ് കടിച്ചു കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താ അല്ലെ? ജനങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒരു ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പൊ അത് തന്നെയായിരുന്നു ആർക്കും വേണ്ടത്, ചൈനക്കാർക്കും വേണ്ടിയിരുന്നത്. അവരെന്ത് ചെയ്തു, കുറച്ച് കറുപ്പ് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്തു. അതെന്ത് ചെയ്തു, ഈ ചൈനീസ് ജനതയുടെ ആകെ മാനസിക നിലയൊക്കെ പ്രതികൂലമായിട്ട് ബാധിച്ചു. അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ എന്ത് ചെയ്തു, വളരെ മോശമായിട്ട് ബാധിച്ചു. നമുക്ക് മറ്റുള്ള പോലെയല്ല അല്ലെ, ഒരു ലഹരി പദാർത്ഥത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് അവരുടെ ജനങ്ങളുടെ ജീവിതം തന്നെ എന്ത് ചെയ്യും, ആകെ തകിടം മറിയും. അവർ മാനസികമായിട്ടും അല്ലെങ്കിൽ ശാരീരികമായിട്ടും എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടും ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കും. ഈ ഒരു സംഭവമാണ് എന്ത്, കറുപ്പ് വ്യാപാരം എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതാണ് കറുപ്പ് വ്യാപാരം. ഇനി അടുത്തൊരു സംഭവമാണ് തുറന്ന വാതിൽ നയം. ഇതും ചോദിക്കുന്നതാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം. തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത് എന്താണ്? തുറന്ന വാതിൽ നയം എന്ന് പറഞ്ഞാല് അതായത് ചൈനയിൽ വ്യാപാരമൊക്കെ ചെയ്യുന്നതിന് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒരുപാട് വ്യാപാര ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ ആ സമയത്ത് അമേരിക്കയ്ക്ക് ഈ ഒരു ആനുകൂല്യമൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കമ്പോളത്തിലൊക്കെ ഇടപെടാൻ വേണ്ടിയിട്ട് അമേരിക്ക എന്ത് ചെയ്തു, ഒരു നയം കൊണ്ടുവന്നു. ആ നയമാണ് ഏത്, തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് തുറന്ന വാതിൽ നയം? ആര് കൊണ്ടുവന്നതാണ്? അമേരിക്ക കൊണ്ടുവന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ചൈനയുടെ കമ്പോളങ്ങളിലൊക്കെ ഒന്ന് ഇടപെടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ആനുകൂല്യമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു ആനുകൂല്യം കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാല് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേ ആണ്. ആരാണ്? അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഹേ. ചോദിക്കുന്നതാണ്, ജോൺ ഹേ ആണ് ഈ ഒരു നയം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇതിന് പ്രകാരം എന്തു പറ്റി, എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശമായിരിക്കും എന്തില്, ചൈനയുടെ കമ്പോളങ്ങളിൽ ഇടപെടാനായിട്ട്. അപ്പൊ ഇതായിരുന്നു ആ നയം കൊണ്ട് ഉദ്ദേശിച്ചത്. എന്തായത്, ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശമായിരിക്കും അല്ലെങ്കിൽ അവസരമായിരിക്കും അവിടെ ഇടപെടാനായിട്ടുള്ളത്. അപ്പൊ അതാണ് ഈ തുറന്ന വാതിൽ നയം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആരാ കൊണ്ടുവന്നിട്ടുള്ളത്? അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഹേ ആണ്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇനി ചൈനീസ് വിപ്ലവത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ചൈന ആ സമയത്ത് ഭരിച്ചിരുന്നത് മഞ്ചു രാജവംശമായിരുന്നു. ഓക്കെ, ചൈനീസ് വിപ്ലവമൊക്കെ നടക്കുന്ന സമയങ്ങളിൽ ചൈന ഭരിച്ചിരുന്നത് ഏതാണ്? മഞ്ചു രാജവംശമാണ്. ഈ മഞ്ചു രാജവംശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവര് പ്രധാനമായിട്ട് ചെയ്തിരുന്നത്, അവര് വിദേശ ആധിപത്യത്തിന് അവരുടെ ആധിപത്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അവർക്ക് എല്ലാ കാര്യങ്ങളും ഈ രാജ്യത്തിന്റെ ചൈനയിലെ എല്ലാ കാര്യങ്ങളും ഇടപെടാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശമൊക്കെ ആർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു? വിദേശ രാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കമ്പോളങ്ങളിൽ ഇടപെടാനും ഇവിടുത്തെ പല കാര്യങ്ങളിലും ഇടപെടാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ആയിരുന്നു മഞ്ചു രാജവംശം ആർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്? വിദേശ രാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും അല്ലെ? വിദേശ ആധിപത്യത്തിന് കീഴിലായി പോകും ചൈന എന്ന് അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ മനസ്സിലായി. അങ്ങനെ ഇതിനെതിരായിട്ട് ഒരു കലാപം കൊണ്ടുവരുന്നുണ്ട്. ആ കലാപത്തിന്റെ പേരാണ് ബോക്സർ കലാപം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ചൈനയിലെ വിപ്ലവത്തിന് മുന്നോടിയായിട്ട് നടന്നിട്ടുള്ള ഒരു കലാപമായിരുന്നു ഏത്? 1900 നടത്തിയിട്ടുള്ള ബോക്സർ കലാപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത് 1911 ഓർത്തു വെച്ചേക്കണം, 1911. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ചെറിയൊരു കലാപം, ഇതിനെതിരായിട്ടൊരു കലാപം നടക്കുന്നുണ്ട്. അത് ബോക്സർ കലാപമാണ്. അത് എന്നാ നടന്നത് എന്ന് ചോദിച്ചാൽ 1900 ആണ്. 1900 ഈ ഒരു ബോക്സർ കലാപം നടക്കുന്നത്. അതായത് ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു ഈ ഒരു ബോക്സർ കലാപത്തിന്റെ മുദ്ര എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു പേര് വരാൻ കാരണം, ബോക്സർ കലാപം എന്ന് വരാൻ കാരണം. പക്ഷേ ഈ ഒരു കലാപം എന്തായിരുന്നു? ഒരു പരാജയമായിരുന്നു. എന്നിരുന്നാലും പിൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിപ്ലവങ്ങൾക്കൊക്കെ ഒരു ശക്തി പകർന്നിട്ടുള്ളൊരു കലാപം കൂടിയായിരുന്നു ഏത്? ബോക്സർ കലാപം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ചൈനീസ് വിപ്ലവത്തിലോട്ട് വരികയാണ്. എന്നാണ്? 1911. ആരാണ്? സൺ യാസൻ അല്ലെ, ഡോക്ടർ സൺ യാസനിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു വിപ്ലവം ആരംഭിക്കുന്നത്. ആരാണ്? ഡോക്ടർ സൺ യാസൻ. ഓർത്തു വെച്ചേക്കണം, ആരാണ്? 1911 ഡോക്ടർ സൺ യാസൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് എന്ത് കൊണ്ടുവരുന്നത്? ഈ മഞ്ചു രാജഭരണത്തിനെതിരായിട്ടൊരു വിപ്ലവം ചൈനയിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ വിപ്ലവത്തിൽ ആര് ജയിക്കുന്നു? സൺ യാസൻ ജയിക്കുകയും അവിടെ അതോടുകൂടിയിട്ട് രാജവാഴ്ച അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മഞ്ചു രാജവംശം അവിടെ എന്താണ്, ആ ഒരു രാജവംശത്തിന്റെ അറുതി അവിടെ വരുത്തുകയാണ്. അങ്ങനെ പിന്നീട് അങ്ങോട്ടേക്ക് സൺ യാസനിന്റെ നേതൃത്വത്തിൽ ഒരു കുമിന്താങ് പാർട്ടി അല്ലെ, അദ്ദേഹത്തിന്റെ പാർട്ടി ചോദിക്കാറുണ്ട്, ഏതാണ്? കുമിന്താങ് പാർട്ടിയാണ്. അപ്പൊ ചോദിക്കും, കുമിന്താങ് പാർട്ടി ആരുടേതാണ്? സൺ യാസനിന്റേതാണ് അല്ലെ. അങ്ങനെ ഈ ഒരു മഞ്ചു രാജവംശത്തിന് അല്ലെങ്കിൽ അവരുടെ ആധിപത്യത്തിന് അല്ലെങ്കിൽ അവരുടെ അന്ത്യത്തിന് ശേഷം ആര് വരികയാണ്? സൺ യാസനിന്റെ നേതൃത്വത്തിൽ ഒരു കുമിന്താങ് പാർട്ടി എവിടെ വരികയാണ്? ചൈനയിൽ വരികയാണ്. അവരൊരു റിപ്പബ്ലിക്കൻ ഭരണമാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ്? ഒരു റിപ്പബ്ലിക്കൻ ഭരണം. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് 3 പ്രധാന ആശയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്.
മൂന്ന് പ്രധാന ആശയങ്ങൾ ഓർത്തു വെച്ചേക്കണം, അതും ചോദിക്കുന്നതാണ്. സൺ യാത് സെന്നിന്റെ പ്രധാന മൂന്ന് ആശയങ്ങൾ. ഒന്നാമത്തേതാണ് ദേശീയത എന്ന് പറയുന്നത്, രണ്ടാമത്തേത് ജനാധിപത്യം, ദെൻ ലാസ്റ്റ് സോഷ്യലിസം ആണ്. ഇതായിരുന്നു പ്രധാന മൂന്ന് ആശയങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇതിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിക്കും. അപ്പോൾ സൺ യാത് സെന്നിന്റെ മൂന്ന് ആശയങ്ങൾ ഏതൊക്കെയാണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയത എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് അല്ലെ? ദേശീയത എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? രാജവംശത്തിന് ഒരു സ്ഥാനവും ഇല്ല. അതായത് മഞ്ജു രാജവംശത്തെ അവിടെ നിന്ന് പുറത്താക്കുക, അതായിരുന്നു ആ ഒരു ആശയം കൊണ്ട് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ജനാധിപത്യം എന്നൊരു ആശയം കൊണ്ട് എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ? ജനാധിപത്യ ഭരണം, അതായത് ഈ രാജവംശമൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ പിന്നീട് എന്ത് വരണം? ജനങ്ങളൊക്കെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആ ഒരു രീതിയിലുള്ള ഭരണാധികാരികളുള്ള ഒരു രാജ്യമായിരിക്കണം എന്ത്? ചൈന എന്ന രീതിയിലാണ് ജനാധിപത്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ അടുത്തതാണ് സോഷ്യലിസം എന്ന് പറയുന്നത് അല്ലെ? സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു സമത്വപൂർണ്ണമായിട്ടുള്ള ഒരു രാജ്യമായിരിക്കണം. അതായത് ഒരാളുടെ കയ്യിൽ അധിക സ്വത്തും മറ്റൊരാളുടെ കയ്യിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ മാറിയിട്ട് മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായിട്ട് വിതരണം നടത്തുക, അതാണ് സോഷ്യലിസം എന്ന ആശയം കൊണ്ട് സൺ യാത് സെൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ മൂന്ന് ആശയങ്ങളാണ് ആരുടേത്? സൺ യാത് സെന്നിൻ്റെതുള്ളത്. ഏതൊക്കെയാണ്? ദേശീയത, ജനാധിപത്യം, അതുപോലെ തന്നെ സോഷ്യലിസം. ഇത് പഠിച്ചു വെച്ചേക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അങ്ങനെ സൺ യാത് സെന്നിന്റെ നേതൃത്വത്തിൽ ഭരണം അങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടി നമ്മൾ പറഞ്ഞില്ലേ, ഏതാണ്? കുമിന്താങ് പാർട്ടിയാണ്. അങ്ങനെ ഈ കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റുകളും ചേർന്നിട്ടാണ് നല്ല രീതിയിലാണ് ഒരു ഭരണമൊക്കെ കൊണ്ടുപോകുന്നത്. എന്നാൽ സൺ യാത് സെന്നിന് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിക്കുന്നുണ്ട്. അങ്ങനെ മരിച്ച ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് ആരാ വരുന്നത്? ചിയാങ് കൈഷക് ആണ് വരുന്നത് അല്ലെ? കുമിന്താങ്ങിന്റെ ഭരണം ഏറ്റെടുക്കുന്നത് ആരാണ്? ചിയാങ് കൈഷക് ആണ്. അങ്ങനെ ചിയാങ് കൈഷക് വന്നതോട് കൂടിയിട്ട് ഈ ഒരു സഹകരണം അല്ലെങ്കിൽ ഒരു ഭരണമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ആകൊന്ന് തകിടം മറിയുന്നുണ്ട്. അപ്പോൾ സൺ യാത് സെന്നിന്റെ നേതൃത്വത്തിൽ കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും നല്ല രീതിയിൽ സഹകരിച്ചിട്ടാണ് മുന്നോട്ട് പോയതെങ്കിൽ ചിയാങ് കൈഷക് എന്ത് ചെയ്തു? ഈ ഒരു സഹകരണം ഇല്ലാതാക്കി. അങ്ങനെ ചിയാങ് കൈഷക് അദ്ദേഹത്തിന്റെ ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകളുമായിട്ടുള്ള ഒരു സഹകരണത്തിന് അദ്ദേഹം തയ്യാറായിരുന്നില്ല. അങ്ങനെ പിന്നീട് അങ്ങോട്ടേക്ക് അല്ലെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നു. കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ തന്നെ കുമിന്താങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവായിട്ട് ആര് വരികയാണ്? മാവോ സേ തുങ് വരികയാണ്. അതോടുകൂടിയിട്ടാണ് ഇവിടെ ഒരു മാറ്റം വരുന്നത്. ഓക്കെ, ആരാണ് വരുന്നത്? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മറ്റേ ഇതിനു മുമ്പ് എന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുമിന്താങ് പാർട്ടിയും ഒക്കെ നല്ല രീതിയിൽ സഹകരിച്ചിട്ടായിരുന്നു എല്ലാ ഭരണവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് പോയിരുന്നത്. അങ്ങനെ സൺ യാത് സെന്നിന്റെ മരണശേഷം ചിയാങ് കൈഷക് വന്നതോട് കൂടിയിട്ടാണ് ഈ ഒരു സഹകരണമൊക്കെ അവസാനിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഏകാധിപത്യ ഭരണത്തിലോട്ട് പോകുന്നത്. അപ്പൊ പിന്നീട് അങ്ങോട്ടേക്ക് പ്രശ്നങ്ങളായി. അങ്ങനെ ഈ ഒരു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് ആര് വരികയാണ്? മാവോ സേ തുങ് വരികയാണ്. അങ്ങനെ അദ്ദേഹം ഒരു സുപ്രധാനമായിട്ടൊരു സംഭവം നടത്തുകയുണ്ടായി. എന്താണത്? 1934 ഓർത്തു വെച്ചേക്കണം, വളരെ പ്രധാനപ്പെട്ട വർഷമാണ് 1934 അല്ലെ? 1911 വിപ്ലവം നടത്തുന്ന സൺ യാത് സെൻ എന്താവുന്നത്? അധികാരത്തിൽ വരുന്നത്. പക്ഷെ 1930 മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു സുപ്രധാനമായിട്ടുള്ള സംഭവം നടക്കുകയാണ്. എന്താണത്? ഒരു ലോങ് മാർച്ച് അല്ലെ, അല്ലെങ്കിൽ വളരെ നീണ്ട ഒരു പ്രകടന യാത്ര എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറഞ്ഞാൽ ലോങ് മാർച്ച് എന്ന് പറയും. നടന്നത് എന്നാണ്? 1934 എവിടെ മുതൽ എവിടം വരെയായിരുന്നു? തെക്കൻ ചൈനയിലെ കിയാങ്സി അല്ലെ? ഏതാണ്? കിയാങ്സി മുതൽ യനാൻ വരെയായിരുന്നു ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം, ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കിയാങ്സി മുതൽ യനാൻ വരെയായിരുന്നു ഈ ഒരു നീണ്ട യാത്ര എന്ന് പറയുന്നത്. ഏകദേശം 12,000 മീറ്ററുകളോളമാണ് ഇവര് ഈ ഒരു യാത്രയിൽ സഞ്ചരിച്ചിട്ടുള്ളത്. എത്രയാണ്? 12,000 കിലോമീറ്റർ. അതുകൊണ്ടാണ് ഇത് ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത്. ഈ ഒരു സഞ്ചരിച്ച ഉടനീളം അല്ലെങ്കിൽ ആ യാത്രയിൽ ഉടനീളം അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം അല്ലെ പ്രഭുക്കന്മാരിൽ നിന്നൊക്കെ കൃഷിഭൂമികളൊക്കെ പിടിച്ചെടുത്തിട്ട് പാവപ്പെട്ട കർഷകർക്കൊക്കെ നൽകുകയാണ് ഈ ഒരു യാത്രയിൽ ഉടനീളം ചെയ്തത്. അങ്ങനെ മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം അവിടെ വരികയാണ് അല്ലെ? അദ്ദേഹത്തിന്റെ ഇത് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ സേന എന്ന് പറയുന്നത് ഏതാണ്? ചുവപ്പ് സേനയാണ്. ഓർത്തു വെച്ചേക്കണം, മാവോ സേ തുങ്ങിന്റെ ഒരു സേനയുണ്ട്, അതേതാണ്? ചുവപ്പ് സേന. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ചുവപ്പ് സേന ആരുടേതാണെന്ന് ചോദിക്കും. ആരുടേതാണ്? മാവോ സേ തുങ്ങിന്റേതാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യണം? ചിയാങ് കൈഷക്കിനെ അവിടെ നിന്ന് പുറത്താക്കി അദ്ദേഹം അധികാരത്തിലേക്ക് വരികയാണ്. ചിയാങ് കൈഷക് എന്ത് ചെയ്തു? തായ്വാനിലേക്ക് അഭയം തേടുകയാണ് ചെയ്യുന്നത്. പിന്നീട് മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതോടുകൂടിയിട്ട് 1949 ഒക്ടോബർ 1 എന്തായി? ചൈന റിപ്പബ്ലിക് ആയി മാറുകയാണ്. അപ്പൊ ചോദിക്കും, ചൈന റിപ്പബ്ലിക് ആയത് എന്ന് ചോദിച്ചാൽ 1949 ഒക്ടോബർ 1 ഒക്ടോബർ 1 1949 ഒക്ടോബർ 1 എന്ത് ചെയ്തു? ചൈന റിപ്പബ്ലിക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചേക്കണം. എല്ലതും പ്രധാനപ്പെട്ടതാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്.
ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു വിപ്ലവത്തിലോട്ട് പോകാം. അതാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പൊ പരീക്ഷയിൽ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം അല്ലെങ്കിൽ സിലബസിൽ അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടൊന്നുമില്ല. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും പരീക്ഷകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. വൺ വേർഡ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ നോക്കാം. ഓക്കെ, അപ്പൊ ഈ ലാറ്റിൻ അമേരിക്കയെ കോളനികളായിട്ട് ഭരണം നടത്തിയിരുന്ന കുറച്ച് രാജ്യങ്ങളുണ്ടായിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? പോർച്ചുഗീസും സ്പെയിനും. ഓക്കെ, ഇപ്പൊ പോർച്ചുഗീസും സ്പെയിനും ഇവിടെ എന്താണ് ലാറ്റിൻ അമേരിക്കയിൽ ആധിപത്യം സ്ഥാപിച്ച് അവിടെ അങ്ങനെ കോളനികളായിട്ടായിരുന്നു അവർ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആരായിരുന്നു ചെയ്തത് ചോദിച്ചാൽ പോർച്ചുഗീസും സ്പെയിനുമാണ്. ഇനി ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിപ്ലവങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ 3 പേരുണ്ട്. അവരെ ഓർത്ത് വെച്ചേക്കുക. ഒന്ന് സൈമൺ ബൊളീവറും ഫ്രാൻസിസ്കോ മിറാണ്ട, ദെൻ ജോസെ ഡി സാൻ മാർട്ടിൻ. ഈ 3 പേരായിരുന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിപ്ലവങ്ങൾ അല്ലെ. അതായത് അവർ കോളനികളായിട്ട് അവർ ഭരണം നടത്തിയിരുന്ന അവരൊക്കെ എന്ത് ചെയ്ത് ആ കോളനികളെയൊക്കെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അവിടെയുള്ള വിപ്ലവങ്ങൾക്കെതിരായിട്ട് നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തികളായിരുന്നു ആരൊക്കെ? സൈമൺ ബൊളീവറും അതുപോലെ തന്നെ ഫ്രാൻസിസ്കോ മിറാണ്ടയും ജോസെ ഡി സാൻ മാർട്ടിനും. ഇനി സൈമൺ ബൊളീവറെ കുറിച്ചിട്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. സൈമൺ ബൊളീവർ ജനിച്ചത് വെനസ്വേല എന്ന സ്ഥലത്താണ്. ഓർത്ത് വെച്ചേക്കണം, എവിടെയാണ് ജനിച്ചത്? വെനസ്വേലയിലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സൈമൺ ബൊളീവർ ആണ്. എന്താണ്? ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളുടെ വിമോചകൻ എന്ന് പറയുന്നത് ആരാണ്? സൈമൺ ബൊളീവർ ആണ്. അതുപോലെ തന്നെ തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്നതും ആരാണ്? സൈമൺ ബൊളീവർ ആണ്. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരാണ്? സൈമൺ ബൊളീവർ ആണ്. അതുപോലെ തന്നെ സ്പെയിനിന്റെ ആധിപത്യത്തിൽ നിന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെയൊക്കെ മോചിപ്പിച്ചത് ആരാണ്? സൈമൺ ബൊളീവർ ആണ്. നമ്മൾ പറഞ്ഞില്ലേ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഓരോ കോളനികളായിട്ട് പല രാജ്യക്കാർ എന്ത് ചെയ്യുന്നു, അവരുടെ ആധിപത്യം അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഓരോ കോളനികളൊക്കെ മോചിപ്പിച്ചിരുന്നവരായിരുന്നു ആരൊക്കെ എന്ന് പറയുന്നത്? സൈമൺ ബൊളീവറും അതുപോലെ തന്നെ ഫ്രാൻസിസ്കോ മിറാണ്ടയും ജോസെ ഡി സാൻ മാർട്ടിനും ഒക്കെ. അതിൽ സൈമൺ ബൊളീവർ ആരൊക്കെയാണ് മോചിപ്പിച്ചത്? ഈ സ്പെയിനിന്റെ ആധിപത്യത്തിൽ ഉണ്ടായിരുന്ന ലാറ്റിൻ അമേരിക്കൻ കോളനികളെ അല്ലെങ്കിൽ ആ ഒരു രാജ്യങ്ങളൊക്കെ മോചിപ്പിച്ചത് ആരാണ്? സൈമൺ ബൊളീവർ ആണ്. ഓർത്തു വെച്ചേക്കണം, ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. സ്പെയിനിന്റെ ആധിപത്യത്തിൽ നിന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ മോചിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സൈമൺ ബൊളീവർ ആണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് സൈമൺ ബൊളീവറെ കുറിച്ചിട്ട്? അദ്ദേഹം ജനിച്ചത് വെനസ്വേലയിലാണ്. ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളുടെ വിമോചകൻ, അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സൈമൺ ബൊളീവർ ആണ്. അതുപോലെ തന്നെ തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? സൈമൺ ബൊളീവർ ആണ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കണം. ഇനി അടുത്തത് ജോസെ ഡി സാൻ മാർട്ടിൻ ആണ്. അദ്ദേഹത്തെ കുറിച്ചിട്ട് 2 കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, അതും കൂടി ഓർത്ത് വെച്ചേക്കാം. ഒന്ന്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ എന്ന് ചോദിച്ചാൽ അതാരാണ്? ജോസെ ഡി സാൻ മാർട്ടിൻ ആണ്. ഓക്കെ, മറ്റേത് വിമോചകനാണെങ്കിൽ സൈമൺ ബൊളീവർ ആണ്. എന്നാൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ എന്നും എടുത്തു ചോദിക്കാറുണ്ട്. അതാരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജോസെ ഡി സാൻ മാർട്ടിൻ ആണ്. അല്ലെ, സംരക്ഷിക്കുന്നത് ആരാണ്? ജോസ് ആണ്. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജോസെ ഡി സാൻ മാർട്ടിൻ ആണ്. അതുപോലെ തന്നെ അർജന്റീന, ചിലി തുടങ്ങിയ കോളനികളൊക്കെ മോചിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജോസെ ഡി സാൻ മാർട്ടിൻ ആണ്. ഏതൊക്കെ രാജ്യങ്ങളാണ്? വിദേശാധിപത്യത്തിന് കീഴിലായിരുന്ന അർജന്റീന, ചിലി, ആ രാജ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ കോളനികളൊക്കെ മോചിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ജോസെ ഡി സാൻ മാർട്ടിൻ ആണ്. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്ന്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ജോസെ ഡി സാൻ മാർട്ടിൻ ആണ്. അതുപോലെ തന്നെ അർജന്റീന, ചിലി തുടങ്ങിയ കോളനികളൊക്കെ മോചിപ്പിച്ചതും ആരാണ്? ജോസെ ഡി സാൻ മാർട്ടിൻ ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചോദിക്കാറില്ല. ഇത്രയും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ലോകമഹായുദ്ധാനന്തരം നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ നിന്നും PSC ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോരോ പോയിന്റ് ആയിട്ട് പഠിക്കാം. ഒന്നാമത്തേത്, 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായിട്ട് രൂപം കൊണ്ട സംഘടന ഏത്? അല്ലെ, നമുക്കറിയാം ലോക മഹായുദ്ധം എന്ന് പറയുമ്പോൾ 2 നടന്നിട്ടുണ്ട് അല്ലേ. 1-ാം ലോക മഹായുദ്ധവും അതുപോലെ 2-ാം ലോക മഹായുദ്ധവും ഒക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായിട്ട് രൂപം കൊണ്ട സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സർവ്വരാജ്യ സഖ്യമാണ്. പഠിച്ചു വെച്ചേക്കണം, ഏതാണ്? സർവ്വരാജ്യ സഖ്യം. ഇപ്പൊ സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്നത് 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ടുവന്ന അല്ലെങ്കിൽ രൂപം കൊണ്ട സംഘടനയാണ്. അതുപോലെ തന്നെ യുദ്ധത്തിന് ശേഷം അല്ലെ എല്ലാ വിധത്തിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഹരി കമ്പോളത്തിലും എന്തുണ്ടായിട്ടുണ്ടായി? വലിയൊരു തകർച്ച ഉണ്ടായിട്ടുണ്ട്.
അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ കറുത്ത വ്യാഴാഴ്ച എന്ന പേരിലാണ്. അപ്പൊ എന്താണ് ചോദ്യം? യുദ്ധാനന്തരം ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ, എവിടെയാണ്? ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കറുത്ത വ്യാഴാഴ്ച എന്ന പേരിലാണ്. ഓക്കെ, എന്താണ്? യുദ്ധാനന്തരം ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച, അല്ലെ? ആ തകർച്ച ഏത് പേരിൽ അറിയപ്പെടുന്നത്? കറുത്ത വ്യാഴാഴ്ച എന്ന പേരിലാണ്. എന്നാണ് എന്നും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. 1929 ഒക്ടോബർ 24-നാണ്. ഓർത്തു വെച്ചേക്കണം, 1929 ഒക്ടോബർ 24, അല്ലെ? ഒക്ടോബർ 24 എന്താ പ്രത്യേകത? ഐക്യരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 24 ആണ്, അല്ലെ? അപ്പൊ 1929 ഒക്ടോബർ 24-നാണ് കറുത്ത വ്യാഴാഴ്ച എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. എന്താണ് ആ സംഭവം? ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ചയാണ് എന്ത്? ഈ ഒരു കറുത്ത വ്യാഴാഴ്ച എന്ന് പറയുന്നത്. അത് ഓർത്തു വെച്ചേക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യ മേഖലയാണ്. ഈ ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ രണ്ട് പ്രസ്ഥാനങ്ങളാണ് ഫാസിസവും അതുപോലെ തന്നെ നാസിസവും. അപ്പൊ ഇവിടെ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫാസിസത്തെ കുറിച്ചിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഫാസിസം, അല്ലെ? എവിടെയാണ് രൂപം കൊണ്ടിട്ടുള്ളത്? അത് ഇറ്റലിയിലാണ്. എവിടെയാണ്? ഇറ്റലിയിലാണ് ഫാസിസം രൂപം കൊണ്ടിട്ടുള്ളത്. ഇതിന്റെ നേതാവ് അല്ലെങ്കിൽ ഇതിന്റെ വക്താവ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? മുസോളിനിയാണ്, അല്ലെ? ആരാണ്? മുസോളിനിയാണ്. ബെനിറ്റോ മുസോളിനി എന്ന് പറയും. അപ്പൊ ഫാസിസത്തിന്റെ വക്താവ് ആരാണ്? ബെനിറ്റോ മുസോളിനിയാണ്. എവിടെയാണ് രൂപം കൊണ്ടിട്ടുള്ളത്? ഇറ്റലിയിലാണ്, അല്ലെ? അപ്പൊ ഫാസിസം ഇറ്റലിയിലാണ്. അതുപോലെ തന്നെ ഈ ഫാസിസം എന്ന വാക്ക്, അതായത് ഫാസസ് എന്നൊരു വാക്കിൽ നിന്ന് വന്നതാണ്. ഒരു ലാറ്റിൻ പദമാണ് ഫാസസ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഈ ഒരു ഫാസിസം രൂപം കൊണ്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫാസസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ്? ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ ഒരു മഴുവും എന്നാണ്. ഓർത്തു വെച്ചേക്കണം, ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ ഒരു മഴുവും എന്നതാണ് ഫാസസ് എന്ന വാക്കിനർത്ഥം. ആ ഒരു ഫാസസ് എന്ന വാക്കിൽ നിന്നാണ് എന്ത് രൂപം കൊള്ളുന്നത്? ഫാസിസം എന്നൊരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ഫാസിസത്തിന്റെ വക്താവ് ആരാണ്? ബെനിറ്റോ മുസോളിനിയാണ്. ഇനി മുസോളിനിയുടെ ഒരു സേനയുണ്ട്. അതേതാണ്? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കരിങ്കുപ്പായക്കാർ എന്നാണ് കേട്ടോ. അതും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്, തെറ്റിപ്പോകരുത്. മുസോളിനിയുടെ ആ ഒരു രഹസ്യ സേന ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കരിങ്കുപ്പായക്കാർ. ഏതാണ്? മുസോളിനിയുടേതാണ് കരിങ്കുപ്പായക്കാർ, അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട്സ് എന്ന് പറയില്ലേ. അപ്പൊ ബ്ലാക്ക് ഷർട്ട്സ് അല്ലെങ്കിൽ കരിങ്കുപ്പായക്കാർ ആരുടേതാണ്? മുസോളിനിയുടേതാണ്. അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, പുരുഷന് യുദ്ധം അതുപോലെ സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. എന്താണ്? പുരുഷന് യുദ്ധം എന്ന് പറയുന്നത് സ്ത്രീക്ക് മാതൃത്വം എന്ന് പോലെയാണെന്ന് പറഞ്ഞത് ആരാണ്? അത് മുസോളിനിയാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഫാസിസവുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചേക്കണം. ഇതൊക്കെ ചോദിച്ചതാണ്. അപ്പൊ ഫാസിസം എവിടെയാണ് രൂപം കൊണ്ടത്? ഇറ്റലിയിലാണ്. അതിന്റെ വക്താവ് ആരാണ്? ബെനിറ്റോ മുസോളിനിയാണ്. ഇനി ഫാസിസ് എന്ന വാക്കിനർത്ഥം എന്താണ്? ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ ഒരു മഴുവും എന്നാണ്. ഇനി മുസോളിനിയുടെ സേന ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കരിങ്കുപ്പായക്കാർ. ഏതാണ്? കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട്സ് എന്ന് പറയും. ഇനി മുസോളിനി പറഞ്ഞിട്ടൊരു വാക്കാണ്, അല്ലെ? എന്താണ് പറഞ്ഞിട്ടുള്ളത്? പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്ത പ്രസ്ഥാനമാണ് നാസിസം എന്ന് പറയുന്നത്. ഏതാണ്? നാസിസം. ഈ നാസിസം എവിടെയാണ് രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ അത് ജർമ്മനിയിലാണ്. എവിടെയാണ്? ജർമ്മനിയിലാണ്. ഇപ്പൊ ഫാസിസം ആണെങ്കിൽ അത് ഇറ്റലിയാണ്, നാസിസം ആണെങ്കിൽ അത് എവിടെയാണ്? ജർമ്മനിയിലാണ്. ഇനി ഇതിന്റെ വക്താവ് ആരാണ്? ഇതിന്റെ വക്താവാണ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ആൾ, അല്ലെ? അപ്പൊ ഹിറ്റ്ലർ ആണ് എന്തിന്റെ വക്താവ്? നാസിസത്തിന്റെ വക്താവ്. അപ്പം ഫാസിസം ആണെങ്കിൽ മുസോളിനിയാണ്, നാസിസം ആണെങ്കിലാണ് ആര്? ഹിറ്റ്ലർ എന്ന് പറയുന്നത്. ഇനി ഹിറ്റ്ലറുടെ സേന ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തവിട്ട് കുപ്പായക്കാർ, അല്ലെ? ബ്രൗൺ ഷർട്ട് എന്ന് പറയും. അപ്പൊ തവിട്ട് കുപ്പായക്കാർ, അത് പരീക്ഷയ്ക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഹിറ്റ്ലറുടെ രഹസ്യസേന എന്ന് പറയുന്നത് ഏതാണ്? തവിട്ട് കുപ്പായക്കാരാണ്. മുസോളിനിയുടേതാണ് ബ്ലാക്ക് ഷർട്ട് അല്ലെങ്കിൽ കരിങ്കുപ്പായക്കാർ. മാറിപ്പോകരുത്. ഹിറ്റ്ലറുടെ ഏതാണ്? തവിട്ട് കുപ്പായക്കാരാണ്. അതുപോലെ തന്നെ വേറൊരു രഹസ്യ സൈന്യമുണ്ട്. അത് ഗസ്റ്റപ്പോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതും ചോദിക്കുന്നതാണ്. പക്ഷെ ചോദ്യം എങ്ങനെയാണ്? ജൂത കൂട്ടക്കൊലയ്ക്ക് വേണ്ടി ഹിറ്റ്ലർ രൂപം നൽകിയ രഹസ്യ സൈന്യം അങ്ങനെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? ഗസ്റ്റപ്പോയാണ്. എന്താണ്? ജൂത കൂട്ടക്കൊലയ്ക്ക് വേണ്ടി ഹിറ്റ്ലർ രൂപം നൽകിയ രഹസ്യ സൈന്യം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഗസ്റ്റപ്പോയാണ്. ഓർത്തു വെച്ചേക്കണം, ജൂത കൂട്ടക്കൊലയ്ക്ക് വേണ്ടിയിട്ട് ഹിറ്റ്ലർ രൂപം കൊടുത്ത രഹസ്യ സൈന്യമാണ് ഗസ്റ്റപ്പോ എന്ന് പറയുന്നത്. എന്നാൽ ഹിറ്റ്ലറുടെ മറ്റൊരു രഹസ്യ സേനയാണ് ഇത് തവിട്ടുകുപ്പായക്കാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചോദിക്കുന്നതാണ്, നാസികളാൽ വധിക്കപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുള്ള ഏക വിദേശീയനാണ് നമ്മുടെ ചെമ്പകരാമൻ പിള്ള എന്ന് പറയുന്നത്. ഇതും ഒന്ന് ഓർത്തു വെച്ചേക്കണം. എന്താണ്? നാസികളാൽ, അല്ലെ? നാസികളാൽ വധിക്കപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുള്ള വിദേശീയൻ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ചെമ്പകരാമൻ പിള്ളയാണ്. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത്
യുദ്ധവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നതാണ്. അച്ചുതണ്ട് ശക്തികൾ ആരൊക്കെയാണ്, അതുപോലെ തന്നെ സഖ്യശക്തികൾ ആരൊക്കെയാണെന്ന് ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിക്കാം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിൽ 3 പേരാണുള്ളത്. അപ്പൊ നമുക്ക് 4 ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മേഖലയാണ്. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. അച്ചുതണ്ട് ശക്തികൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ അല്ലെ? ആരൊക്കെയാണ്? ജർമ്മനി വരുന്നുണ്ട്, ഇറ്റലി വരുന്നുണ്ട്. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ വരുന്നുണ്ട്. ഓക്കെ, 2 ജ വെച്ചിട്ടാണ്. അപ്പൊ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ആണ് അച്ചുതണ്ട് ശക്തികൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. എന്നാൽ സഖ്യശക്തികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സഖ്യശക്തികളിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്? ഇംഗ്ലണ്ട് ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ചൈനയുണ്ട് അല്ലെ? അപ്പൊ ഇംഗ്ലണ്ട്, അത് കഴിഞ്ഞ ഫ്രാൻസ്, പിന്നെ ആരാണ്? ചൈന. ഇവരാണ് സഖ്യശക്തികളിൽ ഉൾപ്പെടുന്നത്. ഈ 3 പേര് അല്ലെങ്കിൽ 3 രാജ്യങ്ങളാണ് ഏതൊക്കെ വരുന്നത്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഇവരാണ് സഖ്യശക്തികൾ എന്ന് പറയുന്നത്. അച്ചുതണ്ടാണെങ്കിലോ അല്ലെ? ജർമ്മനി, ആദ്യവും അവസാനം ജെ ആയിട്ട് കണക്ട് ചെയ്യാം. ജർമ്മനി, പിന്നെ ആരാണ്? ഇറ്റലി, ജപ്പാൻ. ഇതാണ് അച്ചുതണ്ട് ശക്തികൾ എന്ന് പറയുന്നത്. സഖ്യശക്തികളാണെങ്കിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈനയാണ്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അതിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ശീത സമരവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളതാണ്. ശീതസമരം ആരൊക്കെ തമ്മിലായിരുന്നു നടന്നിരുന്നത്? അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നടന്നതായിരുന്നു ഏത്? ശീതസമരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശീതസമരം ആരൊക്കെ തമ്മിലാണ്? അമേരിക്കയും സോവിയറ്റ് യൂണിയനും അല്ലെ? അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൂടി തമ്മിൽ നടന്ന സമരമാണ് ഇത് ശീതസമരം എന്ന് പറയുന്നത്. ഇനി ഈ ശീതസമരം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആര് എന്ന് ചോദിക്കാറുണ്ട്. അത് ബർണാഡ് ബറൂച്ച് ആണ് അല്ലെ? ശീതസമരം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ബർണാഡ് ബറൂച്ച് ആണ്. അതുപോലെ തന്നെ ശീതസമരം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ആരാണ് തയ്യാറാക്കിയത്? അത് വാൾട്ടർ ലിപ്മാൻ ആണ്. ഓർത്തു വെച്ചേക്കണം. ശീതസമരം എന്ന് പറയുന്ന ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? വാൾട്ടർ ലിപ്മാൻ ആണ്. അപ്പൊ ഇത് രണ്ടും മാറിപ്പോകരുത്. ഇത് ആ ഒരു പദമാണ്. ശീതസമരം എന്ന് പറയുന്ന ഒരു പദം ഉണ്ടല്ലോ, ആ ഒരു വേർഡ് ആദ്യമായിട്ട് ഉപയോഗിച്ച ആളാണ് ബർണാഡ് ബറൂച്ച്. ഓക്കെ, എന്നാൽ ഈ ശീതസമരം എന്ന പേരിൽ ഒരു ഗ്രന്ഥം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ആരുടേതാണ്? വാൾട്ടർ ലിപ്മാന്റേതാണ്. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി ഈ ശീതസമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈനിക സഖ്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും 4 സൈനിക സഖ്യങ്ങളാണ് ശീതസമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെയാണ്? നാറ്റോ വരുന്നുണ്ട്, സീറ്റോ, സെന്റോ, പിന്നെ ഒരു വാർസ ഉടമ്പടി ഉണ്ട്. ഏതൊക്കെയാണ്? നാറ്റോ, സീറ്റോ, സെന്റോ, വാർസ ഉടമ്പടി. ഈ നാറ്റോ, സീറ്റോയും സെന്റോയും ആരൊക്കെയാണ് രൂപം കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അമേരിക്കയും സഖ്യകക്ഷികളും കൂടി ചേർന്നിട്ട് രൂപം കൊടുത്തിട്ടുള്ളതാണ് ഏത്? നാറ്റോയും സീറ്റോയും സെന്റോയും എന്ന് പറയുന്നത്. എന്നാൽ വാർസ ഉടമ്പടി സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും കൂടി ചേർന്നിട്ട് രൂപം കൊടുത്തതാണ് ഏത്? വാർസ ഉടമ്പടി എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്? സൈനിക സഖ്യങ്ങളാണ്. ഈ ശീതസമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈനിക സഖ്യങ്ങളാണ്. ഏതൊക്കെയാണ്? നാറ്റോ ഉണ്ട്, സീറ്റോ ഉണ്ട്, സെന്റോ ഉണ്ട്, വാർസ ഉടമ്പടി ഉണ്ട്. അതിൽ ഈ ആദ്യത്തെ 3 നാറ്റോ ആണെങ്കിലോ സീറ്റോ ആണെങ്കിലോ സെന്റോ, ഇതൊക്കെ ആരുടേതാണ്? അമേരിക്കയും സഖ്യകക്ഷികളും കൂടി ചേർന്നിട്ട് രൂപം കൊടുത്തിട്ടുള്ളതാണ്. വാർസ ഉടമ്പടി എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും കൂടി ചേർന്നിട്ട് രൂപം കൊടുത്തിട്ടുള്ളതാണ് വാർസ ഉടമ്പടി എന്ന് പറയുന്നത്. അതും കൂടി എന്ത് ചെയ്യുക? ഈ ഒരു ശീതസമരവുമായി ബന്ധപ്പെട്ട് ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തത് ചോദിക്കാറുള്ളതാണ് ചേരിചേരാ പ്രസ്ഥാനത്തെ കുറിച്ചിട്ട്. പലപ്പോഴും ചോദിക്കുന്നതാണ് ചേരിചേരാ പ്രസ്ഥാനം. നമുക്കറിയില്ലേ, ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു ചേരിയിലും ചേരാതിരിക്കുക. അതായത് മുതലാളിത്ത ചേരി ആയാലും സോഷ്യലിസ്റ്റ് ചേരി ആയാലും അതിലൊന്നും ചേരാതെ അതിന് ബദലായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഏത്? ചേരിചേരായ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചേരിചേരായ്മ എന്നൊരു ആശയത്തിന് നേതൃത്വം കൊടുത്തവർ ആരൊക്കെയാന്ന് ചോദിക്കും. അതിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ? അപ്പൊ നെഹ്റു ആണ് പ്രധാനമായിട്ടും ഈ ഒരു ചേരിചേരാ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഈ ഒരു ആശയത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ ഉണ്ട്. ആരാണ്? ഈജിപ്തിൽ നിന്ന് ഗമാൽ അബ്ദുൾ നാസർ. ഓക്കെ, അതുപോലെ തന്നെ യൂഗോസ്ലാവിയയിൽ നിന്ന് മാർഷൻ ടിറ്റോ, പിന്നെ ഇന്തോനേഷ്യയിൽ നിന്ന് സുകാർണോ. ഇത്രയും പേരാണ് ഈ ഒരു ചേരിചേരാ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആരാണ്? നെഹ്റു ആണ്. പിന്നെ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആരാണ്? ഗമാൽ അബ്ദുൾ നാസർ ആണ് അല്ലെ? ഗമാൽ അബ്ദുൾ നാസർ ആണ്. അതുപോലെ യൂഗോസ്ലാവിയയിൽ നിന്ന് ആരാണ്? മാർഷൽ ടിറ്റോ. ഇന്തോനേഷ്യയിൽ നിന്ന് സുകാർണോ. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ്? നെഹ്റു ഉണ്ട്, ഗമാൽ അബ്ദുൾ നാസർ ഉണ്ട്, മാർഷൽ ടിറ്റോ ഉണ്ട്, സുകാർണോ ഉണ്ട്. ഇവരൊക്കെയാണ് ഈ ഒരു ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ചോദിക്കുന്ന മറ്റു ക്വസ്റ്റ്യൻ ആണ്, ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ച സമ്മേളനം ഏത്? അതുപോലെ ഇത് നടന്നിട്ടുള്ള ആദ്യ സമ്മേളനം എവിടെ വെച്ചിട്ടായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. പരസ്പരം മാറിപ്പോകരുത്. ഒന്നാമത്തേത് എന്താ പറഞ്ഞത്? ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നൽകാൻ തീരുമാനിച്ച സമ്മേളനം ചോദിച്ചാല് ബന്ധുങ് സമ്മേളനമാണ്.
1955 ഇതിന് അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ഏത് സമ്മേളനത്തിലാണ്? ബന്ദൂങ് സമ്മേളനം അല്ലെ. ബന്ദൂങ് എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലാണ്. അപ്പൊ ബന്ദൂങ് സമ്മേളനത്തിലാണ് ഇങ്ങനെ ഈ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനിക്കുന്നത്. വർഷം ചോദിച്ചാൽ 1955 അങ്ങനെ അത് രൂപം കൊണ്ട് അതിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബെൽഗ്രേഡിലാണ്. ഓക്കെ, അപ്പൊ രൂപം കൊണ്ട ശേഷമുള്ള ആദ്യ സമ്മേളനം എവിടെയാണ്? ബെൽഗ്രേഡിലാണ്. അതെന്നാണ്? 1961 രൂപം കൊണ്ടത് എവിടെയാണ്? 1955 ബന്ദൂങ് ആണ്. അതിന്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ബെൽഗ്രേഡിലാണ്, 1961. ബെൽഗ്രേഡ് എന്ന് പറയുമ്പോൾ യൂഗോസ്ലോവിയയിലാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി അത് ഓർത്ത് വെച്ചില്ലെങ്കിലും ബന്ദൂങ് എന്ന് പറയുന്നത് അത് രൂപം അല്ലെങ്കിൽ ചേരിചേരാ പ്രസ്ഥാനം രൂപം നൽകാൻ തീരുമാനിച്ച സമ്മേളനവും ഇനി അതിന്റെ ആദ്യത്തെ സമ്മേളനം രൂപം കൊണ്ട ശേഷമുള്ള ആദ്യ സമ്മേളനം നടക്കുന്നത് ബെൽഗ്രേഡുമാണെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ വർഷം 1955 പിന്നെ 61. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഈ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സിനിമകളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് നോവലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആരുടേതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് എന്താണ്? ഗോർണിക്ക എന്ന് പറയുന്നത് ആരുടേതാണ്? പിക്കാസോയുടെ ചിത്രമാണ് അല്ലെ. ഗോർണിക്ക എന്ന് പറയുന്നത് പിക്കാസോയുടെ ചിത്രമാണ്. അതുപോലെ തന്നെ മണിമുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്ന നോവൽ ആരുടേതാണ്? ഈ ഒരു രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോവലാണ് ഇത്. മണിമുഴങ്ങുന്നത് ആർക്കു വേണ്ടി. ആർക്കു വേണ്ടി? ആ ഒരു ബുക്ക് ആരുടേതാണ്? ഏണസ്റ്റ് ഹെമിംഗ്വേയുടേതാണ്. ഇതും ചോദിക്കുന്നതാണ്. മണിമുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്ന ഗ്രന്ഥം തയ്യാറാക്കിയതാരാണ്? ഏണസ്റ്റ് ഹെമിംഗ്വേ. അതുപോലെ തന്നെ ഗേർണിക്ക എന്ന ചിത്രം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് പിക്കാസോയുടേതാണ്. ആരുടേതാണ്? പിക്കാസോയുടേതാണ്. അതുപോലെ തന്നെ പ്രധാന 3 സിനിമകളുണ്ട്. ഏതൊക്കെയാണ്? ജനറേഷൻ, കനാല്, ആഷസ് ആൻഡ് ഡയമണ്ട്. ഏതൊക്കെയാണ്? ജനറേഷൻ, കനാല്, ആഷസ് ആൻഡ് ഡയമണ്ട്സ്. ഓർത്ത് വെച്ചേക്കണം. ജനറേഷൻ, കനാല്, ആഷസ് ആൻഡ് ഡയമണ്ട്സ്. ഇത് 3 ആരുടേതാണ്? ആന്ദ്രേ വൈദ്യയുടേതാണ്. അപ്പൊ ആന്ദ്രേ വൈദ്യയുടെ 3 ചിത്രങ്ങൾ അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് ആന്ദ്രേ വൈദ്യയുടെ 3 ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ജനറേഷൻ ഉണ്ട്, കനാൽ ഉണ്ട്, ആഷസ് ആൻഡ് ഡയമണ്ട്സ് അല്ലെ. അത് 3 ഓർത്ത് വെച്ചേക്കുക. അതുപോലെ ഡേവിഡ് ലീന്റെ ഒരു ചിത്രമുണ്ട്. എന്താണ്? ദി ബ്രിഡ്ജ് ഓൺ ദി റിവർ ക്വായ് എന്ന് പറയുന്നത് ആരുടേതാണ്? ഡേവിഡ് ലീന്റേതാണ്. ദി ബ്രിഡ്ജ് ഓൺ ദി റിവർ ക്വായ് എന്ന് പറയുന്നത് ആരുടേതാണ്? ഡേവിഡ് ലീന്റേതാണ്. അതുപോലെ തന്നെ ചാർലി ചാപ്ലിന്റെ ഒരു ചിത്രമുണ്ട്. അതേതാണ്? ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ആരുടേതാണ്? ചാർലി ചാപ്ലിന്റേതാണ്. ഓർത്ത് വെച്ചേക്കണം. ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ആരുടേതാണ്? ചാർലി ചാപ്ലിന്റേതാണ്. അതുപോലെ അലൻ റെനയുടെ മറ്റൊരു സിനിമയാണ് ഏത്? ഹിരോഷിമ മോൺ അമോർ എന്ന് പറയുന്നത്. ഏതാണ്? ഹിരോഷിമ മോൺ അമോർ ആരുടേതാണ്? അലൻ റെനയുടേതാണ്. ഇനി ഷിൻഡേഴ്സ് ലിസ്റ്റ് ആരുടേതാണ്? സ്റ്റീവൻ സ്പിൽബർഗിന്റേതാണ്. ഷിൻഡേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഷിൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഷിൻഡ്ലേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലെ സ്റ്റീഫൻ സ്പിൽബർഗ് ഏകദേശം ഒരുപോലെ പേര് തോന്നും. അപ്പൊ അങ്ങനൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റീവൻ സ്പിൽബർഗിന്റേതാണ്. അതുപോലെ ഹിരോഷിമ മോൺ അമോർ എന്ന് പറയുന്നത് അലൻ റെനയുടേതാണ്. ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ആരുടേതാണ്? ചാർലി ചാപ്ലിന്റേതും. അതുപോലെ ദി ബ്രിഡ്ജ് ഓൺ ദി റിവർ ക്വായ് എന്ന് പറയുന്നത് ഡേവിഡ് ലീന്റേതാണ്. പിന്നെ 3 പറഞ്ഞില്ലേ 3 ചിത്രങ്ങൾ ജനറേഷൻ ഉണ്ട്, കനാൽ ഉണ്ട്, ആഷസ് ആൻഡ് ഡയമണ്ട്സ് ആരുടേതാണ്? ആന്ദ്രേ വൈദ്യയുടേതാണ്. ദെൻ മണിമുഴങ്ങുന്നത് ആർക്ക് വേണ്ടി ആരുടേതാണ്? ഏണസ്റ്റ് ഹെമിംഗ്വേയുടേതാണ്. ഗർണിക്ക എന്ന് പറയുന്നത് പിക്കാസോയുടേതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടി എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചേക്കണം. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാൻ പോകേണ്ടത് ഐക്യരാഷ്ട്ര സംഘടനയെ കുറിച്ചിട്ടാണ്. ഇവിടെ നിന്നും പലപ്പോഴായിട്ട് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. അപ്പൊ നമുക്കറിയാലേ ഐക്യരാഷ്ട്ര സംഘടന എന്നാണ് രൂപം കൊള്ളുന്നത്? 1945 ഒക്ടോബർ 24 അല്ലേ. വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. 1945 എന്ത് രൂപം കൊള്ളുന്നത്? UNO രൂപം കൊള്ളുന്നത് അല്ലെ. ഒക്ടോബർ 24 എന്താ പ്രത്യേകത? ഐക്യരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 24. ഇനി ഈ ഒരു ഐക്യരാഷ്ട്ര സംഘടന അല്ലെങ്കിൽ ഈ ഒരു UNO രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി എന്ത് ചെയ്യണം? ഒന്ന് നോക്കണം. നമുക്കറിയാം 1941 ഇതുമായി ബന്ധപ്പെട്ട ഒരു ആദ്യ ചാർട്ടറിൽ ഒപ്പുവെക്കുന്നുണ്ട് അല്ലെ. എന്താണ്? 1941 അത് അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് പറയും. ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊള്ളുന്നതുമായി ബന്ധപ്പെട്ട് ഇത് രൂപം കൊണ്ടത് എന്നാണ്? 1945. അതിനും കുറെ മുമ്പ് അല്ലെ. 1941 ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു ചാർട്ടർ ഉണ്ട് അല്ലെ. അതേതാണ്? അറ്റ്ലാന്റിക് ചാർട്ടർ ആണ്. അതിൽ ആരൊക്കെയാണ് ഒപ്പുവെക്കുന്നത്? വിൻസ്റ്റൺ ചർച്ചിലും അതുപോലെ തന്നെ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും ആണ്. വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. അതുപോലെ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് എന്ന് പറയുന്നത് എവിടുത്തെ പ്രസിഡന്റ് ആണ്? അമേരിക്കൻ പ്രസിഡന്റ് ആണ്. ഇവർ തമ്മിലാണ് ഈ ഒരു ചാർട്ടറിൽ ഒപ്പുവെക്കുന്നത്.
ഓക്കെ, എന്നാണ് 1941-ലാണ്. ആരൊക്കെയാണ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലും അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും കൂടിയാണ് ഈ ഒരു അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെക്കുന്നത്. അതുപോലെ പിന്നീട് 45-ൽ അല്ലെ, ഈ ഒരു UN രൂപം കൊള്ളുന്ന വർഷമാണ് 45. ഈ 45-ൽ എന്ത് നടക്കുന്നുണ്ട്? യാൾട്ട സമ്മേളനം അല്ലെ. യാൾട്ട സമ്മേളനത്തിൽ വെച്ചിട്ട് ഈ ഒരു ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഒരു ലോക സംഘടനയാക്കാനുള്ള തീരുമാനം അവിടെ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട് അവിടെ കൊടുക്കുകയാണ്. അപ്പൊ ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് UN ഒരു ലോക സംഘടനയാക്കാനുള്ള തീരുമാനം എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ യാൾട്ട സമ്മേളനമാണ്. ഇത് ഒരു പ്രാവശ്യം ചോദിച്ചതാണ്. ഏതാ വർഷം? ഇത് UN വരുന്ന സമയത്ത് തന്നെയാണ്, അതായത് 1945-ലാണ്. അപ്പൊ ഈ 1945 ഫെബ്രുവരിയാണ് ആ ഒരു സമയത്ത് യാൾട്ട സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഈ UN ഒരു ലോക സംഘടനയാക്കാനുള്ള തീരുമാനമൊക്കെ എടുക്കുന്നത്. അതിനുശേഷം സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ 1945 ജൂൺ 26-നാണ് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചാർട്ടറിൽ എന്ത് ചെയ്യുന്നത്? ഒപ്പുവെക്കുന്നത്. ഓക്കെ, ഏകദേശം 51 രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ 51 രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ഈ ഒരു ഐക്യരാഷ്ട്ര സംഘടനയിൽ അത് രൂപം കൊള്ളുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു ഇതിൽ ഒപ്പുവെക്കുന്നത്. ഓക്കെ, ഏത് സമ്മേളനത്തിലാണ്? സാൻ ഫ്രാൻസിസ്കോ സമ്മേളനമാണ്. അങ്ങനെ 1945 ഒക്ടോബർ 24-ന് എന്ത് വരുന്നു? ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വരുന്നു. ഓക്കെ, ഇത് രണ്ടും മാറിപ്പോകരുത്. യാൾട്ട സമ്മേളനം എന്ന് പറയുന്നത് ഇതിനല്ലേ ഈ ഒരു UNOയ്ക്ക് ഒരു ലോക സംഘടനയാക്കാനുള്ള തീരുമാനമൊക്കെ എടുക്കുന്നത് യാൾട്ട സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഇത് ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊള്ളുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ എല്ലാവരും ഒപ്പുവെക്കുന്നത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? സാൻ ഫ്രാൻസിസ്കോ സമ്മേളനമാണ്. അങ്ങനെ 1945 ഒക്ടോബർ 24-ന് എന്ത് വരുന്നു? ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വരുന്നു. അതിനുശേഷം ഒരു 6 ദിവസം കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് അല്ലേ, 1945 ഒക്ടോബർ 30-ന് ഇന്ത്യ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമാകുന്നു. ഓക്കെ, അപ്പൊ അത് രൂപം കൊള്ളുന്ന സമയത്ത് 51 രാജ്യങ്ങളായിരുന്നു. പിന്നീട് ഇപ്പൊ നിലവിൽ ഇപ്പൊ എത്ര രാജ്യങ്ങളുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയിൽ എന്ന് ചോദിച്ചാൽ 193 രാജ്യങ്ങളുണ്ട്. ഓർത്ത് വെച്ചേക്കണം. ഇപ്പൊ നിലവിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ എത്ര രാജ്യങ്ങളാണ്? 193 രാജ്യങ്ങളാണ്. അപ്പൊ വരുന്ന സമയത്ത് 51 രാജ്യങ്ങളായിരുന്നു. ഇന്ത്യ എന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായത് എന്ന് ചോദിച്ചാൽ ഇത് രൂപം കൊണ്ടിട്ട് ഒരു 6 ദിവസം കഴിഞ്ഞിട്ടില്ലേ, ഒക്ടോബർ 24 കഴിഞ്ഞ് ഒക്ടോബർ 30-നാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഐക്യരാഷ്ട്ര സംഘടനയിൽ രൂപം കൊള്ളുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ പതാകയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുന്നതാണ്. ഇനി ഈ പതാക എന്നാണ് UN അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ അത് 1947-ലാണ്, ഒക്ടോബർ 20-ആണ് കേട്ടോ. എന്നാണ് 47-ലാണ്, 45 കഴിഞ്ഞ് 47-ലാണ് അതിന്റെ പതാകയ്ക്കൊക്കെ ഒരു അംഗീകാരം കൊടുക്കുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഘടകങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട് അല്ലെ. എന്തൊക്കെയാണ് ഇതിന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പൊതുസഭയുണ്ട് അല്ലെ, ജനറൽ അസംബ്ലി എന്ന് പറയും. അതുപോലെ തന്നെ സുരക്ഷാ സമിതിയുണ്ട്, സാമ്പത്തിക സാമൂഹിക സമിതിയുണ്ട്, അതുപോലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി വരുന്നുണ്ട്, പിന്നെ സെക്രട്ടേറിയറ്റ് വരുന്നുണ്ട്. അപ്പൊ ഇത് രൂപം കൊള്ളുന്ന സമയത്ത് പരിരക്ഷണ സമിതി ഉണ്ടായിരുന്നു, അതായത് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയും. ഇപ്പൊ നിലവിൽ എന്തില്ല? അതില്ല. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. പൊതുസഭയുണ്ട്, സുരക്ഷാ സമിതിയുണ്ട്, അതുപോലെ സാമ്പത്തിക സാമൂഹിക സമിതിയുണ്ട്, പിന്നെ കോടതി ഉണ്ട്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി വരുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് വരുന്നുണ്ട്. ഇനി അതിൽ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പൊതുസഭയാണ് അല്ലെ. പൊതുസഭ എന്ന് പറയുമ്പോൾ ജനറൽ അസംബ്ലിയാണ്. പൊതുസഭയിൽ ഐക്യരാഷ്ട്ര സംഘടനയിലുള്ള എല്ലാ അംഗങ്ങളും എന്തില് അംഗങ്ങളാണ്? ഈ ഒരു പൊതുസഭയിൽ അംഗങ്ങളാണ്. ഓക്കെ, ഇപ്പൊ 193 രാജ്യങ്ങൾ ഇതിൽ അംഗങ്ങളാണെന്ന് പറയുമ്പോൾ ഈ 193 രാജ്യങ്ങളും പൊതുസഭയിലും എന്താണ്? അംഗങ്ങളാണ്. അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങൾക്കും തുല്യമായിട്ടുള്ള പ്രാതിനിധ്യമാണ് ഉണ്ടാവുക. ഇപ്പൊ നിലവിൽ നമ്മൾ പറഞ്ഞില്ലേ 193 രാജ്യങ്ങളാണ് ഈ ഒരു ഇതിലുള്ളത്, അതായത് പൊതുസഭയിൽ അംഗങ്ങളായിട്ടുള്ളത്. ഇനി അടുത്തത് സുരക്ഷാ സമിതിയാണ്, അഥവാ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയും. ഇതിൽ പക്ഷെ എല്ലാ രാജ്യങ്ങൾക്കും അംഗമാവാൻ പറ്റില്ല. ഇതിൽ മൊത്തം 15 അംഗസംഖ്യയാണ് ഉള്ളത്. അതിൽ 5 സ്ഥിരാംഗങ്ങളുണ്ട്, ബാക്കി 10 പേര് താൽക്കാലിക അംഗങ്ങളാണ്. ഏതില്? സുരക്ഷാ സമിതിയിൽ. പൊതുസമിതിയിലെ എല്ലാ രാജ്യങ്ങളും, അതിലുള്ള എല്ലാ രാജ്യങ്ങളും പൊതുസഭയിൽ എന്താണ്? അംഗങ്ങളാണ്. എന്നാൽ സുരക്ഷാ സമിതിയിൽ 15 പേര് മാത്രമേ ഉള്ളൂ. അതിൽ 5 സ്ഥിരാംഗങ്ങളാണ് ഉള്ളത്. ആ 5 സ്ഥിരാംഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ചോദിക്കും, സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗങ്ങളായിട്ടുള്ള 5 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണത്? അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന. നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ABCFR എന്ന് കൊടുത്താൽ മതി. A എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്, B എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ ആണ്, C ചൈനയാണ്, F ഫ്രാൻസ് ആണ്, R റഷ്യയാണ് അല്ലെ. എന്താണ്? ABCFR. അതായത് സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗങ്ങളാണ്, അല്ലെങ്കിൽ P5 രാജ്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ഥിരാംഗങ്ങളായിട്ട് വരുന്നത്, പെർമനന്റ് അതായിട്ട് വരുന്ന അംഗങ്ങളായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? അമേരിക്ക, അതുപോലെ ബ്രിട്ടന്, ചൈന, ഫ്രാൻസ്, റഷ്യ. ഈ 5 രാജ്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് ചോദിക്കാറുള്ളത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ പറ്റിയിട്ടാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് പറയുമ്പോൾ ഇവർക്ക് അവിടെ ജഡ്ജിമാരുടെ കാലാവധി എന്ന് പറയുന്നത് 9 വർഷമാണ് കേട്ടോ. ഇതൊരു പ്രാവശ്യം ചോദിച്ചതാണ്.
അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ കാലാവധി എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 9 വർഷമാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് എവിടെയാണ്? ഹേഗ് ആണ് കേട്ടോ. നെതർലാൻഡിലെ ഹേഗ് ആണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഹേഗ് ആണ്. ഇനി അവിടുത്തെ ഔദ്യോഗിക ഭാഷകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. ഓക്കെ, അപ്പൊ നീതിന്യായ കോടതിയിലെ ഭാഷകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇംഗ്ലീഷ് ഉണ്ട് അല്ലെ? ഇംഗ്ലീഷ് ഉണ്ട്, അതിന്റെ കൂടെ ഫ്രഞ്ചും ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് ഇവിടുത്തെ ഭാഷകൾ എന്ന് പറയുന്നത്. ഇനി സെക്രട്ടേറിയറ്റ് ആണ്. സെക്രട്ടേറിയറ്റ് എന്ന് പറയുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ കാര്യാലയം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സെക്രട്ടേറിയറ്റ് ആണ്. അപ്പൊ ചോദിക്കും ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ കാര്യാലയം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സെക്രട്ടേറിയറ്റ് ആണ്. ഇനി സെക്രട്ടേറിയറ്റിന്റെ ജനറൽ അല്ലെങ്കിൽ അതിന്റെ തലവൻ എന്ന് പറയുന്നത് ആരാണ്? സെക്രട്ടറി ജനറൽ ആണ്. ഓക്കെ, സെക്രട്ടറി ജനറൽ ആണ് അതിന്റെ തലവൻ എന്ന് പറയുന്നത്. 5 വർഷമാണ് സെക്രട്ടറി ജനറലിന്റെ കാലാവധി എന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? അത് ട്രിഗ്വേലി ആണ് അല്ലെ? ട്രിഗ്വേലി ആണ്, നോർവേക്കാരനാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. UN-നോട് ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ട്രിഗ്വേലി ആണ് അല്ലെ? എവിടുത്തുകാരനാണ്? നോർവേക്കാരനാണ്. ഇനി രണ്ടാമത്തെ ആളും കൂടി ഓർത്ത് വെക്കുക, ഡാഗ് ഹെർമസ്കോൾഡ് ആണ്. ഡാഗ് ഹെർമസ്കോൾഡും മൂന്നാമത്തെ ആള് യൂത്താങ് ആണ് അല്ലെ? യൂത്താങ് ആണ് മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ആൾ എന്തായാലും പഠിച്ചു വെച്ചേക്കാം. UN-ന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്നു ട്രിഗ്വേലി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആളാണ് ടാഗ് ഹെർമസ് എന്ന് പറയുന്നത്. നിലവിൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ് നിലവിലെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. UN-യുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ്. ഓക്കെ, ഇനി UN-മായി ബന്ധപ്പെട്ട് അതിന്റെ അനുബന്ധ ഏജൻസികൾ ചോദിക്കാറുണ്ട്. അതിലധികം ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ ചോദിക്കാറില്ല. അത് അതിന്റെ ആസ്ഥാനം, അത് സ്ഥാപിച്ച വർഷവും, ചിലപ്പോൾ അതിന്റെ ഇപ്പൊ നിലവിലുള്ള ഇപ്പൊ ആരാണ് അതിന്റെ സെക്രട്ടറി ജനറലോ അല്ലെങ്കിൽ അതിന്റെ ഹെഡിൽ നിൽക്കുന്നത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലായിട്ട് പഠിക്കാം. ഇപ്പൊ ഇവിടെ നോക്കാം, ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? അത് റോം ആണ്. ഓക്കെ, ഭക്ഷ്യ കാർഷിക, അതായത് ഇതൊക്കെ എന്താണ്? UN-ന്റെ അനുബന്ധ ഏജൻസികളാണ്. ഭക്ഷ്യ കാർഷിക സംഘടന അതിന്റെ ആസ്ഥാനം റോം ആണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര തൊഴിൽ സംഘടന അല്ലെ? ILO എന്ന് പറയും, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ് അല്ലെ? ജനീവയാണ്. 1946-ലാണ് ILO രൂപീകരിക്കുന്നത്. ഓക്കെ, അന്താരാഷ്ട്ര തൊഴിൽ സംഘടന അഥവാ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്നാണ് സ്ഥാപിക്കുന്നത്? 1946 ആണ്. ജനീവയാണ് ആസ്ഥാനം. ഇനി യുനെസ്കോ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനയാണ്. ഇപ്പൊ യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? പാരീസ് ആണ് അല്ലെ? പാരീസിലാണ് യുനെസ്കോയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോക ബാങ്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ IMF, രണ്ടിനെയും ഒരുപോലെ പഠിച്ചു വെച്ചേക്കണം. ലോക ബാങ്കും അതുപോലെ IMF രണ്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ ആണ് അല്ലെ? വാഷിംഗ്ടൺ ആണ് ലോക ബാങ്കിന്റെ ആസ്ഥാനം. അതുപോലെ തന്നെ അന്താരാഷ്ട്ര നാണയനിധി അഥവാ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയും, IMF, രണ്ടിന്റെയും ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ ആണ്. എന്നാണ് സ്ഥാപിച്ചത്? 1945 ആണ്. ഇതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും എന്നാണ് സ്ഥാപിച്ചത്? 1945 ആണ്. രണ്ടിന്റെയും ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ ആണ്. ഓക്കെ, യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. ILO അഥവാ ലേബർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം ജനീവയാണ്. കാർഷിക സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? റോം ആണ്. ഇനി ചോദിക്കാറുള്ളതാണ് യുനിസെഫ് അല്ലെ? യുനിസെഫ് എന്ന് പറഞ്ഞാൽ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ യുനിസെഫ് എവിടെയാണ് അതിന്റെ ആസ്ഥാനം ചോദിച്ചാൽ ന്യൂയോർക്ക് ആണ്. ഓക്കെ, യുനിസെഫിൻ്റെത് ന്യൂയോർക്ക് ആണ്. അതുപോലെ ചോദിക്കുന്നതാണ് ലോക വ്യാപാര സംഘടന, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇതും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആസ്ഥാനം ചോദിക്കാറുണ്ട്. അത് എവിടെയാണ്? ജനീവയാണ് അല്ലെ? അപ്പൊ ലോക വ്യാപാര സംഘടനയുടെയും അതുപോലെ തന്നെ ലോക തൊഴിൽ സംഘടനയുടെയും ആസ്ഥാനം ഒരു സ്ഥലം തന്നെയാണ്, ജനീവയാണ്. എന്നാൽ ലോക വ്യാപാര സംഘടന എന്നാണ് സ്ഥാപിച്ചത്? 1995. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ലോക വ്യാപാര സംഘടന ഏത് വർഷമാണ് സ്ഥാപിച്ചത്? 1995. ഓക്കെ, ഇതും കൂടി എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ പഠിച്ചു വെച്ചേക്കണം. ഒക്കെ ഇപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ വേൾഡ് ഹിസ്റ്ററി എന്നൊരു പോർഷൻസ് കംപ്ലീറ്റ് ആവുകയാണ്. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അതിൻ്റെ കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ താങ്ക് യു.